पाए। വളരെ നല്ല മനോഹരമായ ഈ രാവിലെ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ ये बहुत ही सुंदर अवसर परमेश्वर ने दिया, इसलिए परमेश्वर को धन्यवाद करते हैं। വളരെ മനോഹരമായ പാട്ടുകൾ പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുകയായിരുന്നല്ലോ. अद्भुत गीतों का अगस्त परमेश्वर के नाम की महिमा हम लोग कर रहे थे। കർത്താവിനെ രാവിലെ ഉണർന്ന് പാടുവാനും അതുപോലെ പ്രാർത്ഥിപ്പാനും ദൈവവചനം വായിപ്പാനും എല്ലാം അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുന്നതിനെ ശ്രദ്ധിക്കുക. भोर को उठकर उस परमेश्वर की स्तुति करके, आराधना करके, प्रार्थना करके उसके वचन को सुनने का एक सौभाग्य परमेश्वर ने हमें दिया। ഈ ആത്മീക യോഗങ്ങളിൽ ലീഡ് ചെയ്യുന്ന യുവാസന്മാർ, അഭിഷിക്തന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. इस आत्मिक संगठन की अगुवाई करने वाले सभी प्रभु के दास और दासियों को मैं उनका स्वागत करता हूँ। ഞങ്ങൾ കുടുംബമായിട്ട് ഈ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ച ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. हम अपने परिवार सहित इस आत्मिक सभा में जुड़ने के लिए, भाग होने के लिए परमेश्वर ने हमें सहायता की, इसलिए परमेश्वर का हम धन्यवाद करते हैं। हालेलुया, हालेलुया। എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. सभी का हम स्वागत करते हैं, परमेश्वर हमें सहायता करे। വളരെ ഉണർവോടെ നാം ദൈവമുമ്പാകെ ആയിരിക്കുന്നു. बड़े जागृत होकर हम यहाँ बैठे हैं। വചനം വായിക്കുന്നതും പഠിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും എല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. परमेश्वर के वचन को पढ़ना, सुनना और उस पर मनन करना बहुत ही आनंद का विषय है। പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇന്ന് രാവിലെ വീണ്ടും കേൾക്കാൻ കർത്താവ് സഹായിക്കട്ടെ. पवित्र आत्मा की आवाज आज की सुबह हम फिर से सुनेंगे। ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പിതാക്കന്മാരായ ദേവാസന്മാർക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു. आज की सभा में जितने हमारे बुजुर्ग पासवान जन हैं, उन सभी को मैं स्वागत करता हूँ। നമ്മൾ ഒരുമിച്ച് സഹായിക്കട്ടെ. परमेश्वर हमें सहायता करे। ആമേൻ. നമ്മൾ പല സ്ഥലങ്ങളിൽ ദൈവത്തെ ഇന്നലെ പാടി ആരാധിച്ചു. कल बीते दिनों में हम कई लोगों से कई जगह जाकर परमेश्वर की स्तुति करे थे। ആമേൻ. ഇന്ന് രാവിലെ വീണ്ടും മുഴുവൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം आज ചെയ്യുന്നു. की सुबह भी करने के लिए परमेश्वर ने हमें सहायता की। ആമേൻ. ഹല്ലേലൂയ. आमेन। ഞങ്ങളെ ചിന്തിപ്പിച്ച ഒരു വേദാംശമായി ഇന്ന് രാവിലെ ഒരുമിച്ച് നമുക്ക് ദൈവം ഭാഗമായിരിക്കാം. जो परमेश्वर ने हमें वचन दिया है, वो वचन आपके सामने लेकर हम खड़े हैं। ദൈവം എന്റെ ഉള്ളിൽ തന്ന ചില ചിന്തകളെ ഒരുമിച്ച് നമുക്ക് പങ്കിടാം. പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. परमेश्वर ने जो वचन दिया है, हम उसको मिलकर पढ़ेंगे, उसको मनन करेंगे। നിശ്ചയമായും ഇന്ന് രാവിലെ വലിയൊരു സാന്നിധ്യം, ദൈവാത്മാവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. वो परमेश्वर की उपस्थिति निश्चय आज हमारे मध्य में, हमारे बीच में है। നമ്മൾ പാടിയതുപോലെ തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഖാലിയായ കല്ലറയ്ക്കകത്ത് ഒതുക്കുവാൻ കഴിയാതിരുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. हम ऐसे परमेश्वर की आराधना करते हैं जिसको एक कब्र के अंदर सीमित करना नामुमकिन है। പുറത്തേക്ക് വന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് 40 നാളോളം തെളിവായിരിക്കത്തക്കവണ്ണം ശിഷ്യന്മാർക്ക് സാക്ഷിയാകുവാൻ തെളിവ് കൊടുക്കുവാനായി 40 നാൾ കൂടെ ഇരുന്ന് പ്രസംഗിച്ച കർത്താവ് 40 दिनों तक चेलों के मध्य में रहकर अपनी उपस्थिति को दिखाकर वो एक अद्भुत कार्य को कर वो परमेश्वर जिंदा है, मैं जिंदा हूँ, इस बात का प्रमाण देकर वो प्रभु यीशु मसीह इस धरती पर। കാരണം ശിഷ്യന്മാർക്ക് അടുത്ത നൂറ്റാണ്ടുകളിൽ സകല ഭൂഖണ്ഡങ്ങളിലും അവസാന വ്യക്തിയോടും സുവിശേഷം അറിയിപ്പാൻ തെളിവുകളായി നമുക്കറിയാം, സാക്ഷിയാകണം. അതിന് നിരവധി തെളിവുകൾ നൽകുവാനായി ജീവിച്ചെഴുന്നേറ്റ കർത്താവ് शिष्यमार्ग तेलु बन गया है। 40 दिनों तक ये यीशु मसीह का बाहर ऐसे प्रत्यक्ष रूप में आने का कारण, मुख्य कारण ये था कि चेलों को पृथ्वी के छोर तक, चेलों को अलग अलग राज्यों में जाकर, अलग अलग देशों में जाकर इस नाम का प्रचार करना था और उनको प्रमाण चाहिए था, वो गवाह थे, उनको ये प्रमाण चाहिए था कि यीशु मसीह जीवित है। हमें नाम പല കാര്യങ്ങൾ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമായതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ തരമില്ല। हमने कई बार हमने इस चीज को देखा, इसे महसूस किया है और ये हमें बताना बहुत जरूरी है। പത്രോസ് പറയുന്നു, അധികാരികളുടെ മുമ്പിൽ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല। पतरस कहता है अधिकारियों के सामने कि हमने जो देखा है, हमने जो सुना है, उसको हम लोग बिना बताए हम नहीं रह सकते। അതുകൊണ്ട് ഉയർപ്പിന്റെ സാക്ഷികളായ നാം വളരെ വീറോടെ വളരെ धैर्यമായി ഈ സാക്ഷ്യം പ്രസ്താവിക്കുന്നു। तो ये पतरस कहता है कि हम पुनरुत्थान के गवाह हैं, हमने पुनरुत्थान को होते हुए देखा है, तो हम इस चीज का बड़े ही दृढ़ता के साथ इसका प्रचार करेंगे। നമ്മുടെ കർത്താവ് ജീവിച്ച് എഴുന്നേറ്റവനെന്ന് അധികാരത്തോടെ അല്പം പോലും ഭയമില്ലാതെ നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്। हम परमेश्वर के गवाह बन रहे हैं कि यीशु मसीह जीवित परमेश्वर है, उसका पुनरुत्थान हो चुका है। ये बड़ी दृढ़ता के साथ, बड़े सामर्थ के साथ हम इसका प्रचार कर रहे हैं। സാക്ഷിയാകുക, വിറ്റ്നസ് എന്ന വാക്കിന്റെ മൂല പദത്തിൽ നിന്നാണ് മാർട്ടിയർ, രക്തസാക്ഷി എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം। जो गवाह जो ये गवाह नाम का जो शब्द है, इसमें से एक शब्द निकला है शहीद।
जो हम आज के दिन उपयोग करते हैं। മാർട്ടിയറോസ് എന്ന പദത്തിൽ നിന്നാണ് മാർട്ടിയർ അല്ലെങ്കിൽ രക്തസാക്ഷി എന്ന പദം ഉണ്ടായത്. मार्टियोस नाम के शब्द से मार्टियर जो शहीद नाम का जो शब्द है उसमें से निकाला गया है। അതുകൊണ്ട് സാക്ഷിയാകുന്നവൻ മരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. तो जो इस बात का मुख्य ये है कि जो शहीद जो गवाह है उसको शहीद होने के लिए बुलाया गया അതുകൊണ്ട് है। ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ ഇതിൽ നിന്ന് മാറുകയില്ല. ക്രൂശ് എടുത്ത് യേശു അനുഗമിക്കുന്ന എല്ലാ ദൈവദാസദാസന്മാർക്ക് ഞാൻ രാവിലെ ये ശ്രദ്ധിക്കുകയാണ്. बात जरूरी है कि हम एक बात जान ले कि अगर हम गवाह हैं तो हमें मरते दम तक जब तक हम मरते दम तक हमें इस बात का गवाह बनना है कि यीशु मसीह जीवित है। വിരോധങ്ങൾ ഉള്ളപ്പോഴും പുറകോട്ട് മാറാതെ ധൈര്യമായി കർത്താവിന് വേല ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആമേൻ നാം കണ്ടും കേട്ടുമുള്ളത് പ്രസ്താവിക്കാതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. सताव की चरम सीमा पर भी हम इस बात का प्रचार करते हैं। इसका मुख्य कारण ये है कि हमने उसको महसूस किया है, हमने उसको देखा है। ആമേൻ. നമുക്കറിയാം ഉയർപ്പിന് ശേഷം യേശു വന്ന് ശിഷ്യന്മാരെ തന്റെ കൈയും അതുപോലെ ആമേൻ തന്റെ ശരീരവും കാണിക്കുന്നു. ആമേൻ ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ തെളിവ് കൊടുക്കുകയാണ്. കണ്ടോ നിങ്ങളുടെ വിലാപ്പുറവും എന്റെ കരവും കണ്ടോ ഞാൻ ഉയർത്തെഴുന്നേറ്റവൻ. वो यीशु मसीह जब चेलों के मुख के सामने प्रत्यक्ष हुआ था तो यीशु मसीह ने अपने हाथ को अपने पंजर को दिखाया था और उन्होंने प्रमाण दिखाया कि देखो मैं जीवित हूँ। യേശു വന്ന് നടുവിൽ നിന്നു എന്ന് വായിക്കുന്നു. वहां पे ऐसा लिखा है यीशु मसीह उनके मध्य में आके खड़ा हुआ। യേശു അവരോട് സംസാരിച്ചു. यीशु मसीह उनसे बात किया। അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ശാലോം സമാധാനം എന്ന് പറഞ്ഞു. और यीशु मसीह कहते हैं कि शांति तुम्हें बनी रहे, शालोम। കർത്താവ് പറയുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളും പോകണമെന്ന് പറയുന്നു. तो यहाँ पे यीशु मसीह कहता है कि जैसा मेरे को पिता ने मुझे भेजा है उस प्रकार तुमको भी जाना जरूरी है। അതുകൊണ്ട് ആമേ പുനരുദ്ധാനത്തിന്റെ ഈ സന്തോഷം അനുഭവിച്ചവർ ഈ സന്ദേശം പ്രസ്താവിച്ചുകൊണ്ടേയിരിക്കും. तो जिन्होंने पुनरुद्धान को महसूस किया है वो इस पुनरुद्धान का प्रचार करते रहते हैं। ലോകത്തിലെ പാരമ്പര്യ സഭകൾ പുനരുദ്ധാനത്തെ ആഘോഷിക്കുന്ന പക്ഷേ അവർ പ്രസ്താവിക്കാറില്ല. लेकिन कई सारी ऐसी कलीसियां हैं जो इस पुनरुद्धान का जश्न तो मनाते हैं लेकिन इस पर विश्वास नहीं करते। ആമേ നമ്മൾ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. हम भी एक जमाने में ऐसे थे। എന്നാൽ കർത്താവ് നമ്മളെ അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സ്തോത്രം പറയാം. लेकिन यीशु मसीह परमेश्वर ने हमको वहां से निकाला, परमेश्वर को धन्यवाद। പുനരുദ്ധാനം ആഘോഷിപ്പാൻ മാത്രമല്ല ഈ പുനരുദ്ധാനത്തെ കുറിച്ച് പ്രസ്താവിപ്പാനും ആമേ നാം ഉത്തരവാദിത്തമുള്ളവരാണ്. पुनरुद्धान को जश्न के तौर पे मनाना ही नहीं बल्कि उस पर प्रचार करके उस पर गवाह बनने के लिए परमेश्वर ने हमें सामर्थ्य दिया। പരിശുദ്ധാത്മാവ് തന്ന ഒരു വലിയ ചിന്തയിൽ നമുക്ക് പ്രവേശിക്കാം ഒരുമിച്ച്. पवित्र आत्मा ने जो वचन दिया है उस पे हम आगे बढ़ेंगे। അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. प्रेरित काम उसका दूसरा अध्याय 1-ാമത്തെ 2-ാമത്തെ വാക്യങ്ങൾ उसका पहला और दूसरा आयत हम पढ़ेंगे। വളരെ സുപരിചിതവും നമുക്ക് എല്ലാവരും കാണാപ്പാടം അറിയാവുന്നതും നിരവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരും പ്രസംഗിക്കുന്നവരുമാണ് നാം എല്ലാവരും. बड़े ही परिचित आयत है, हम सबको शायद ये दो वचन याद होगा। अलग अलग प्रचारों में अलग अलग सभाओं में हमने इन वचनों को मनन किया है। നമ്മുടെ വിശ്വാസികൾ ഈ വാക്യങ്ങൾ കാണാപ്പാഠം അറിയാത്തവരായിട്ട് ആരുമില്ലെന്ന് എനിക്കറിയാം. मैं ये विश्वास करता हूँ कि ऐसा कोई जन यहाँ पे नहीं है जिसको ये वचन नहीं मालूम। നമുക്ക് ഒരുമിച്ച് അതിനുള്ളിൽ നിന്ന് ദൈവാത്മാവ് തന്ന ഒരു ചിന്തയെ ആമേ തൊട്ടുണർത്തിയിട്ട് ഞങ്ങൾ വേദത്തിൽ അവസാനിക്കും. हम इन आयतों को पढ़कर जो पवित्र आत्मा ने हमें संदेश दिया है उसको छूकर हम आगे बढ़ेंगे। വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. പെന്തക്കോസ്താൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. 1, 2, 3, 4 വാക്യങ്ങൾ. जब पेंतिकुस्त का दिन आया तो वे सब एक जगह इकट्ठा थे। एकाएक आकाश से बड़ी आंधी की सी सनसनाहट का शब्द हुआ और उससे सारा घर जहां वे बैठे थे गूंज गया और उन्हें आग की सी जीभें फटती हुई दिखाई दी और उनमें से हर एक पर आग ठहरी। वे सब पवित्र आत्मा में भर गए। जिस प्रकार आत्मा ने उन्हें बोलने की सामर्थ्य दी वे अन्य अन्य भाषाएं बोलने लगे। നമുക്കറിയാം കർത്താവിന്റെ ഉയർപ്പിന് ശേഷം 50-ാം നാൾ നടന്ന സംഭവമാണ് ഈ ആത്മാവിന്റെ പകർച്ച എന്നുള്ളത്. ये जो घटना यहाँ पे घटित हो रही है वो यीशु मसीह के पुनरुत्थान के 50 दिन बाद की घटना यहाँ घटित हो रही है। പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിനം എന്നാണ് അർത്ഥം. ये जो पेंतिकोस्त का दिन है ये 50वां दिन है पुनरुत्थान से। പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാം ദിനം ये എന്നാണ്. जो पेंतिकोस्त जो शब्द है इसका मतलब है 50 दिन के बाद। യഹൂദന്മാരുടെ ഷവോത്ത് എന്ന
जो है ഉത്സവമായിരുന്നു അല്ലെങ്കിൽ അവരുടെ പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത് എന്നുള്ളത്. जो पेंटेकोस्ट जो है, ये जो दिन है, ये शवोत नाम का एक पर्व जो यहूदी जन मानते हैं, वहाँ मनाते हैं, उसमें से लिया गया है। ഷവോത്ത് എന്നാൽ വീക്സ്, ആഴ്ചകൾ എന്നാണ് അർത്ഥം. ये शवोत का मतलब है हफ्ता, सप्ताह का मतलब है शवोत। നമുക്കറിയാം പാസ് ഓവർ, പെസഹയ്ക്ക് ശേഷം 50-ാം നാൾ അവർ ആഘോഷിക്കുന്ന പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത് जो പെരുന്നാൾ. फसह का पर्व है, इसके बाद ये पर्व शवोत को हम वो लोग मनाते थे। 50-ാം നാൾ അവർ ആഘോഷിച്ചു. 50 दिन बाद ये पर्व को मनाते थे। ആദ്യ ഫലം കൊയ്തതിന് ശേഷം ആ കൊയ്ത്തിന്റെ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കൊയ്ത്തിന്റെ നാളായിരുന്നു. ഗോതമ്പ് കൊയ്ത്തിന് ശേഷം അവർക്ക് ലഭിച്ച ആദ്യ ഫലത്തെ അവരുടെ കുട്ടയിലാക്കി ആരാധനാലയത്തിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുവരുന്ന ആ പ്രത്യേക ദിനമായിരുന്നു പെന്തക്കോസ്ത് ദിനം എന്നുള്ളത്. जो पेंटेकोस्ट का जो दिन है, उसका ये मुख्य कारण ये है कि जो खेती जो कटनी के बाद जो पहला जो फल होता है, उसको वो लोग इकट्ठा कर गेहूं जो होता है, गेहूं की कटनी के बाद पहला जो फल होता है, उसको इकट्ठा करके आराधनालय में लाकर देने का एक ये पर्व है, ये पेंटेकोस्ट का दिन। അപ്പോൾ ആരാധനാലയത്തിൽ വളരെ സമൃദ്ധിയുടെ ആഘോഷമായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ആഘോഷം. ये जो पेंटेकोस्ट का दिन है, ये आराधनालयों के लिए भरपूरी का एक पर्व के तौर पे देखा गया। പ്രധാനമായും പെന്തക്കോസ്ത് പെരുന്നാളിൽ യഹൂദന്മാർ രൂത്തിന്റെ പുസ്തകമായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ये जो पेंटेकोस्ट का जो दिन आता था, उस आसपास के दिनों में यहूदी जो लोग थे, वो रूत की किताब पढ़ते थे। കൂടാതെ ഈ പെന്തക്കോസ്ത് പെരുന്നാളിനെ അവർക്ക് തോറ ലഭിച്ച സീനായ് മലയിൽ നിന്ന് അവരുടെ പ്രമാണമായ തോറ, അവരുടെ ന്യായപ്രമാണ പുസ്തകം ലഭിച്ച ദിനമായിട്ട് അവർ ആഘോഷിച്ചു വന്നു. ये पेंटेकोस्ट का जो दिन है, वो ये दिन को ऐसा मनाते थे कि जो तोरा जो है मूसा को जो दिया गया था, उसको ये आज के दिन मिला है, ये इस बात का वो लोग जश्न मनाते थे। അതുകൊണ്ട് പെന്തക്കോസ്തിന്റെ ദിനത്തിൽ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ തോറയും രൂത്തിന്റെ പുസ്തകമെല്ലാം വായിച്ച്, അപ്പോൾ ആരാധനാലയത്തിൽ വേദപുസ്തക പാരായണത്തിന്റെ ശബ്ദ നിബിഡമായ അന്തരീക്ഷമായിരുന്നു ഈ പെന്തക്കോസ്തിന്റെ ദിനം എന്നുള്ളത്. तो ये जो पेंटेकोस्ट का जो दिन होता है, ये इस दिन में ये जो तोरा है, जो तख्तियां जो मूसा को दी गई हैं, उसको पढ़ते थे और रूत की किताब को पढ़ते थे, और आराधनालयों में एक भरपूरी का एक दृश्य वहां पे हर पेंटेकोस्ट के दिन दिखता था। രാവിലെ മുതൽ വേദപുസ്തക വായന അല്ലെങ്കിൽ തോറയും രൂത്തിന്റെ പുസ്തകവും തുടർമാനമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു പെന്തക്കോസ്ത് നാളിൽ. पेंटेकोस्ट के दिनों में सुबह से लेकर शाम तक ये तोरा जो है, जो तख्तियां हैं, इसको पढ़ते थे और रूत की किताब भी पढ़ते थे। അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന്റെ ആത്മീയർത്ഥം നമുക്കറിയാം. ഭൗതികമായ കൊയ്ത്തുത്സവവും അതുപോലെ തന്നെ അവർക്ക് ലഭിച്ച തോറയുടെ ന്യായപ്രമാണം ലഭിച്ച ആത്മീക സന്തോഷവും, അങ്ങനെയെങ്കിൽ അവർ പൂർണ്ണ സന്തോഷത്താൽ യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കുന്നതായിരുന്നു പെന്തക്കോസ്ത് നാൾ എന്നുള്ളത്. ये पेंटेकोस्ट का जो दिन होता है, यहूदी जो जन थे वो बड़े ही आनंद के साथ मनाते थे। उनको पहला कटनी का पहला फल मिलता था, और इसके अलावा उनको तख्तियां जो तोरा होती हैं, वो आज के दिन मिला है, ऐसा ये जश्न मनाते थे। അപ്പോൾ മുഴുവൻ യഹൂദന്മാർക്കും പെന്തക്കോസ്ത് എന്നത് വലിയ ഉത്സവത്തെ ദിനമായിരുന്നു. ये जो यहूदी जनों के लिए, सभी यहूदी जनों के लिए, ये जो पेंटेकोस्ट का दिन है, ये बड़े ही जश्न का दिन के तौर पर യെരൂശലേമിൽ ലോകത്തിന്റെ സകല ഭാഗത്തു നിന്നും യഹൂദന്മാർ യെരൂശലേം വന്ന് നിറയുക പതിവായിരുന്നു. अलग अलग जगहों से, अलग अलग राज्यों से सभी लोग यरूशलेम में आकर इस बात का जश्न मनाते थे। ഈ പ്രാവശ്യം കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം 50-ാം ദിനം വരുന്ന അതേ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാരും അതുപോലെ കർത്താവിന്റെ പ്രിയപ്പെട്ടവരും യെരൂശലേമിൽ ഒരു മാളിക മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ये पेंटेकोस्ट के दिन में, ये जो पेंटेकोस्ट का दिन था, सब जगह जश्न मना रहे थे, लेकिन चेले जो थे वो एक कोठरी में बंद होकर प्रार्थना कर रहे हैं। ഈ പ്രാവശ്യം അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുവാൻ കർത്താവ് ശാരീരികമായിട്ട് അവരുടെ കൂടെ ഇല്ലായിരുന്നു. आज ये जो दिन है, इस दिन जश्न मनाने के लिए यीशु मसीह उनके साथ नहीं है। ആമേൻ. അപ്പോൾ ആമേൻ, നമുക്കറിയാം യെരൂശലേമിൽ വലിയ ആൾക്കൂട്ടം, അതിനിടയിൽ ശിഷ്യന്മാർ 120 പേർ മാളിക മുറിയിൽ ഒരുങ്ങി ആത്മാവിനെ സ്വീകരിപ്പാൻ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. एक तरफ सभी यहूदी जन जो है वो जश्न मना रहे हैं, और दूसरी तरफ 120 लोग जो कोठरी में बैठकर पवित्र आत्मा का वो इंतजार कर रहे हैं। അതുകൊണ്ടാണ് അങ്ങനെയാണ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. इसलिए यहाँ पे लिखा हुआ है कि पेंटेकोस्ट का जो दिन आया तो सभी लोग एक जगह इकट्ठा हो गए थे। വായിക്കുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. वहाँ पे इस प्रकार लिखा है, एकाएक आकाश से बड़ी आंधी, किसी सनसनाहट वहाँ पे हो गई। അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. जिस घर पे वो लोग बैठे थे, जिस कोठरी में बैठे थे, वे गूंज गया। പെട്ടെന്ന് വായിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. आग किसी जीभे फटती हुई उन्हें दिखाई दी। അടുത്ത പദമാണ് രാത്രി ചിന്തിപ്പാൻ പോകുന്നത്. പകലിൽ ശ്രദ്ധിക്കുക,
അവരുടെ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. अभी जो आने वाली आयत हम आज के दिन मनन करेंगे, उनमें से हर एक पर आह ठहरी. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടിയിരുന്ന വിശുദ്ധന്മാരായ ദൈവമക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പതിഞ്ഞു എന്ന് വായിക്കുന്നു. जो जितने लोग जितने चेले उस कोठरी में बैठे थे, उन हर एक पर आग ठहरी. वो आग सी जीभें जो फट रही थी, जो उन्हें दिखाई दे रही थी, उन हर एक पर आके वो ठहर गई. ഇന്ന് രാവിലെ ഈ ശബ്ദം നമ്മൾ ആത്മാവിൽ വായിക്കുമ്പോൾ ഹൃദയം നന്ദിയാൽ നിറയപ്പെടും. जब आज के दिन हम इस वचन को पढ़ते तो हमारा हृदय आनंद से भरना चाहिए. ആ മാളിക മുറിയിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തിക്ക് പോലും ലഭിക്കാതിരുന്നില്ല. എല്ലാവരും ആ അഗ്നി നാവുകൾ പോലെയുള്ള ആ ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞു. जितने लोग उस कोठरी में बैठे थे, उन हर एक पर वो सामर्थ आ ठहरी. कोई एक भी नहीं बचा था, सब पे आके ठहर गई. അപ്പോൾ വായിക്കുന്നു അഗ്നി നാവുകൾ. तो वहां पे इस प्रकार लिखा है, आग किसी जीभे. അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. आग किसी जीभे उनको दिखाई दी. അത് മുമ്പ് കൊടുങ്കാറ്റിന്റെ ശബ്ദമുണ്ടായി. उसके पहले आंधी का सनसनाहट की आवाज. അവരിരുന്ന വീട്ടിൽ വലിയ ദൈവിക സാന്നിധ്യം അനുഭവിച്ചു. वो उस घर में जिस कोठरी में बैठे थे, वहां पे उपस्थिति, परमेश्वर की उपस्थिति को उन्होंने महसूस किया. പെട്ടെന്ന് അവരുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. सामने एक दृश्य दिखाई दे रहा है कि आग किसी जीवे उनको फटती हुई दिखाई दे रही है. അഗ്നി നാവുകൾ, നിരവധി നാവുകൾ, അത് തീയുടെ നാവുകൾ പ്രത്യക്ഷമാവുകയാണ്. अलग अलग जगह, अलग अलग लोगों के ऊपर जीवे दिख रही हैं. आग सी जीवे उनको दिखाई दे रही है. പെന്തക്കോസ്ത് നാളിൽ പുറത്ത് നിരവധി ലക്ഷക്കണക്കിന് യഹൂദന്മാർ പെന്തക്കോസ്തിനെ ആചരിക്കുന്നു. റൂമിനകത്ത്, മാളിക മുറിക്കകത്ത് അഗ്നി നാവുകൾ നിറഞ്ഞു നിൽക്കുന്നു. एक तरफ लाखों यहूदी जन जश्न मना रहे हैं, उत्सव मना रहे हैं, और दूसरी तरफ ये जो चेले हैं कोठरी में बैठकर वो दृश्य देख रहे हैं. നമുക്കറിയാം കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ദൈവ ജനം ഒരുമിച്ച് കൂടി എന്നും കഴിഞ്ഞ ദിനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. ये जो पुनरुत्थान यीशु मसीह के जो मारे जाने के बाद, जो पुनरुत्थान के बाद कई दिनों तक ये चेले प्रार्थना कर रहे थे. പുനരുദ്ധാനത്തിന് ശേഷം കർത്താവിന്റെ വാക്കനുസരിച്ച് അവർ ആത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ये जो पुनरुत्थान के बाद वो चेले एक साथ, जब ये पुनरुत्थान के बाद यीशु मसीह जब स्वर्गारोहण हो गया था, स्वर्गारोहण के बाद वो जो चेले हैं वो इंतजार कर रहे थे पवित्र आत्मा के आने का. അപ്പോൾ ഇവിടെ വായിക്കുന്നു വലിയ ആമേൻ കൊടുങ്കാറ്റിന്റെ ശബ്ദം ഉണ്ടാകുകയാണ്. तो वहां पे इस प्रकार से लिखा हुआ है, दृश्य दिखाया गया कि आंधी किसी सनसनाहट उनको सुनाई दी. നമുക്കറിയാം ദൈവസഭ പിറക്കുവാൻ പോകുന്നു. ദൈവസഭയുടെ ജനനം സംഭവിക്കുന്നു. ये जो कलीसिया का जन्म वहां पे होता है, कलीसिया का एक जन्म के तौर पे उस दृश्य को वहां पे देखा जाता है. ആമേൻ കർത്താവിന് വേണ്ടി വേദനിക്കപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി ആദ്യമായി ലോകത്തിൽ അല്ലെങ്കിൽ ദൈവസഭയുടെ ജനനമുണ്ടാകും. ദൈവസഭയുടെ ആരംഭിക്കുകയാണ്. एक बहुत अद्भुत वहां पे कार्य हो रहा है, एक बहुत बड़ा आत्मिक वहां पे कार्य हो रहा है, कलीसिया का जन्म हो रहा है. പെന്തക്കോസ്ത് നാൾ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ പിറവി, ജനനദിനമാണ്. ये जो पेंटेकोस्ट का दिन है, उसको कलीसिया का जन्म के तौर पे हम लोग देखते हैं. അവയെ ശ്രദ്ധിക്കുക, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. आग सी फटती हुई जीभें उनको वहां पे दिखाई दे रही है. അത് അവരുടെ എല്ലാവരും മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. ऐसा लिखा है, हर एक पर आके ठहर गई. നമ്മളെപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആനന്ദം നിറവാൻ കാരണം ആമേൻ പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രത്യേക അനുഭവമാണ്. हम लोग जब इस आयत को पढ़ते हैं, इन वचनों को पढ़ते हैं, तो हमारे मन में, हमारे हृदय में एक आनंद आता है. इसका मुख्य कारण ये है कि हम उसे महसूस करते हैं. ആമേൻ പെന്തക്കോസ്ത് എന്നാൽ അനുഭവമാണ്. पेंटेकोस्ट का मतलब है कि हम महसूस कर सकते हैं. ആമേൻ ആ മാളിക മുറിക്ക് പുറത്ത് പാരമ്പര്യ ആരാധന നടക്കുമ്പോൾ ആ റൂമിനകത്ത് പെന്തക്കോസ്തിന്റെ അനുഭവം വെളിപ്പെടുകയാണ്. तो ये जो कोठरी के बाहर जो प्राचीन काल की जो आराधनाएं चल रही हैं, और इस कोठरी के अंदर वो पवित्र आत्मा की आराधना हो रही है. ആമേൻ ശ്രദ്ധിക്കുക. ആമേൻ നാം എല്ലാവരും സമയാസമയങ്ങളിൽ ആമേൻ പാരമ്പര്യങ്ങളെ ഉപേക്ഷിച്ച് ആമേൻ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുവാൻ കാരണം നാം എല്ലാം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ ഈ അനുഭവത്തെ അല്ലെങ്കിൽ ഈ ദൈവിക സാന്നിധ്യത്തെ, ആത്മസാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞതായതുകൊണ്ടാണ്. अपनी रोजमर्रा की आराधनाओं को हटाकर हम लोग कभी कभी इसका परंपरा की आराधनाओं को हम लोग हटाकर कभी कभी इस पेंटेकोस्ट के दिन को महसूस करते हैं, क्योंकि हमने इसको महसूस किया है. ആമേൻ നാം ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. हम लोग ने कई सारी चीजों को महसूस करके ഓരോ ദിനവും ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. हर दिन हम उस पवित्र आत्मा को महसूस करने वाले. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഓരോ ദിവസവും നാം അനുഭവിക്കുന്നു.
അനുഭവിക്കുന്നു. पवित्र आत्मा की भरपूरी को हम हर दिन अपने जीवन में महसूस करते हैं। ആമേൻ. നാം ആ ദൈവിക ശബ്ദം ഓരോ നാളും കേൾക്കുന്നു. हम वो पवित्र आत्मा के उस शब्द को हर दिन हर समय सुनते हैं। ആമേൻ. ആ ദൈവശക്തിയെ നാം നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. पवित्र आत्मा के सामर्थ्य को हमने अपने शरीर में महसूस किया। ഹല്ലേലൂയ. हालेलुया। ഈ പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पेंतुकोस्त को महसूस करने वाले लोगों के लिए परमेश्वर को धन्यवाद നാം देते हैं। ആത്മാവിൽ ദൈവത്തെ നിറഞ്ഞാരാധിക്കുന്നവരാണ്. उस पवित्र आत्मा में भरकर उस परमेश्वर की आराधना करने നാം वाले जन हैं। അന്യ ഭാഷകളിൽ ആരാധിക്കുന്നവരാണ്. हम अन्य भाषा में आराधना करने वाले जन हैं। ആമേൻ. നാം പ്രവചിക്കുന്നവരാണ്. भविष्यवाणी करने वाले जन हैं। കാരണം നാം ആത്മാവിൽ നിറയപ്പെട്ടവർ. उसके कारण है कि हम पवित्र आत्मा से भरे हुए हैं। ഹല്ലേലൂയ. हालेलुया। ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. पेंतुकोस्त की महसूस करने के लिए परमेश्वर को धन्यवाद करते हैं। ശ്രദ്ധിക്കുക. അപ്പോൾ വായിക്കുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ. यहाँ पे इस प्रकार लिखा है, आग किसी जीभे फटती हुई दिखाई दी। ശ്രദ്ധിക്കുക. തീയുടെ നാവുകൾ, आग किसी जीभे, അഗ്നിനാവുകൾ. आग सी जीभे। ഒന്നല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നാവുകൾ. वहां पे अनगिनत लाखों हजारों में वो जीभे उन्हें दिखाई दे रही है। നാവുകൾ പ്രത്യക്ഷമായി. आग की जीभे उनको दिखाई दे रही है। നാവുകൾ എന്നതിന്റെ ഗ്രീക്ക് പരിഭാഷ ഞാൻ പഠിച്ചപ്പോൾ ये जो जीभे जो है, इसका जो मैं मुख्य जो ये शब्द को देख रहा था, ഗ്ലോസായി എന്ന പദമാണ് അതിന്റെ പ്ലൂറൽ ഫോമിൽ നാവുകൾ എന്ന് രേഖപ്പെടുന്നത്. നാവുകൾ, ഗ്ലോസായി. ग्लोसाई नामक एक शब्द है जो जीभे, जो ये बहुवचन है, इसका एक शब्द निकाला गया है ग्लोसाई से। ഗ്ലോസ എന്നാൽ സിംഗുലർ ഫോമും ഗ്ലോസായി എന്നാൽ അതിന്റെ പ്ലൂറൽ जो ഫോമും. ग्लोसा जो शब्द है, ये एक वचन है। जो जीभ जो शब्द है, ग्लोसा उसमें से लिया गया है, और जो ग्लोसाई है वो बहुवचन है, जो जीभे से लिया गया है। മാളിക മുറിയിൽ വെളിപ്പെട്ട ഗ്ലോസായി നിരവധി നാവുകൾ പ്രത്യക്ഷമായി. कोठरी के अंदर जो चेले बैठे थे, उनके ऊपर ग्लोसाई जो जीभे उनको दिखाई दी थी। അമ്മ ഗ്ലോസായി എന്നതിന് ഭാഷകൾ എന്നും അർത്ഥമുണ്ട്. ग्लोसाई का एक और अर्थ है भाषाएं, जो शब्द है इसमें से लिया गया है। ആമേൻ. അപ്പോൾ ശരീരത്തിലെ അവയവമായ നാവെന്നും അല്ലെങ്കിൽ ഭാഷകളെന്നും അനുവാദം അതെ പരിഭാഷപ്പെടുത്താവുന്ന ശബ്ദമാണ് ഗ്ലോസായി എന്നുള്ളത്. जो ग्लोसाई जो शब्द है, इसको हम एक अंग के तौर पे देख सकते हैं, जीभ के तौर पे हम इसको देख सकते हैं। അപ്പോൾ ശ്രദ്ധിക്കുക. അവർ പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിന് വ്യത്യസ്തമായി അവർ ആത്മാവിൽ നിറയപ്പെടുവാൻ പോകുന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഭാഗം ആത്മാവിന് നിറവ് ലഭിക്കാൻ പോകുന്ന ആ നിമിഷത്തൊട്ട് മുമ്പ് അവരുടെ മുമ്പിൽ അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. वहां कोठरी में जितने चेले लोग बैठे थे, जितने वहां पे जो जन बैठे थे, वो सब पवित्र आत्मा को महसूस करने के लिए, पवित्र आत्मा की भरपूरी को महसूस करने वाले थे। उसके थोड़ी देर पहले ही उनको आग की सी जीभें वहां पे दिखाई दे रही। എന്നാൽ ഈ നാവുകൾ പ്രത്യക്ഷമായിട്ടത് അപ്രത്യക്ഷമായെന്നല്ല, ഈ നാവുകൾ അവരുടെ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. वहां पे ऐसा नहीं लिखा है कि प्रकट दिखाई दी और प्रकट हुई और अचानक से गायब हो गई। ऐसा नहीं लिखा है। हर एक पर आके ठहर गई, ऐसा लिखा। അവരുടെ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. മൂന്നാം വാക്യം. वहां पे तीसरा आयत में इस प्रकार लिखा है, हर एक पर, उनमें से हर एक पर आग ठहर गई। അപ്പോൾ ഈ വെളിപ്പെട്ട ദൈവിക സാന്നിധ്യം ഈ ദൈവസഭയിൽ കർത്താവിന്റെ പിന്നാലെ ഗമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പ്രത്യേക അനുഭവമാണ്. यहाँ पे जो चेले जो बैठे थे, उनमें से हर एक के लिए, हर एक के अलग से, हर एक को व्यक्तिगत तौर पे एक एक जन को दिया हुआ एक सामर्थ्य के तौर पे हम यहाँ देख सकते हैं। ആമേൻ. അപ്പോൾ തീ എന്ന് നമുക്കറിയാം ദൈവിക സാന്നിധ്യത്തെ കാണിക്കുക. जो हम देख सकते हैं, आग जो है वो परमेश्वर की सामर्थ्य को दिखाता है। ആമേൻ. സ്വർഗീയ അനുഭവത്തെ കാണിപ്പാൻ വേണ്ടി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക ശബ്ദമാണ് തീ എന്നുള്ളത്. जो स्वर्ग की जो महिमा है, स्वर्ग की जो सामर्थ्य है, उसको दिखाने के लिए एक शब्द को इस्तेमाल करते हैं, आग को। ശക്തിയെയും അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷനെ, ശുദ്ധീകരണത്തെ കാണിക്കുന്ന പദമാണ് വേദപുസ്തകത്തിൽ തീ എന്നുള്ളത്. जो आग जो ये जो शब्द है, इसको अलग अलग जगह इस्तेमाल करते हैं, शुद्ध करने के लिए भी और सामर्थ्य को दिखाने के लिए। അങ്ങനെയെങ്കിൽ ഈ 120 പേർ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ അവരുടെ മേൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ അഗ്നിനാവുകൾ. 120 जो चेले जहाँ पे जन लोग बैठे थे, उनके ऊपर आग की जीभें उन पे आग ठहर गई। ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ആത്മാവിൽ ഇതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ചാൽ ആമേൻ, നാം നമ്മുടെ ഉള്ളിൽ വലിയ ആത്മിക തീ വെളിപ്പെടും നിശ്ചയമായി. आज की सुबह अगर हम आज के दिन में इस वचन को अगर मनन करेंगे, तो हम जरूर ये महसूस करेंगे, वो आग किसी जीवों को महसूस करेंगे। മുഴുലോകവും ഈ 120 പേരുടെ മുമ്പിൽ ആമേൻ നിറഞ്ഞു നിൽക്കുകയാണ്.
ये जो उनके चारों तरफ 120 लोगों के चारों तरफ हजारों लोग बैठे हैं। അവൻ മുഴു ലോകത്തിൽ അവസാന വ്യക്തിയെയും സുവിശേഷം അറിയിക്കണം. ये जो 120 जन है, इनका मुख्य उद्देश्य है कि पृथ्वी के छोर तक, आखिरी मनुष्य तक उनको इस सुसमाचार का प्रचार करना है। അവർക്ക് മുമ്പിൽ ഇരുണ്ട ഭൂഖണ്ഡങ്ങൾ ദൈവത്തെ അറിയുവാനുണ്ട്. उनके सामने ऐसे अंधकार से भरी हुई वहां पे मंडलें हैं, ऐसी शहर हैं, उनको वहां जाकर उनको प्रचार करना है। കോടിക്കണക്കിന് ആളുകൾ നാനാ ജാതി മതസ്ഥരായ ആളുകൾക്ക് മുമ്പിൽ ഈ സന്ദേശമായി പോകുവാൻ വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കൂട്ടമായ 120 പേർ. 120 जो लोग थे, उनको पहले परमेश्वर ने चुना था। वो पृथ्वी के छोर तक करोड़ों लोगों तक बिना अलग अलग जाति में, अलग अलग धर्मों के लोगों को इस सुसमाचार का प्रचार करने के लिए परमेश्वर ने चुना हुए लोग थे। ശ്രദ്ധിക്കുക, അവരുടെ പക്കൽ പുനരുദ്ധാനത്തിന്റെ സന്ദേശമുണ്ട്. उनके पास पुनरुत्थान का वो एक संदेश उनके पास है। അപ്പോൾ യേശു ജീവിച്ചെഴുന്നേറ്റു എന്ന് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞ് ലോകത്തിന്റെ അവസാനം വരെ പോകേണ്ട ആളുകളാണ് മാളിക മുറിയിൽ കൂടിയിരിക്കുന്നത്. कोठरी के अंदर जो चले बैठे हुए हैं, उनके पास इनको ये गवाह है, वो गवाही दे रहे हैं यीशु मसीह जीवित है. വലിയ ഉത്തരവാദിത്വമുള്ള എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ കൊണ്ട് ചെയ്യുവാൻ സാധ്യമല്ലാത്ത തികച്ചും ദൈവിക സാന്നിധ്യമില്ലാതെ ചെയ്യുവാൻ കഴിയാത്ത വലിയ ആത്മീയ പ്രവൃത്തിക്ക് വേണ്ടി അവരെ ഒരുക്കുമ്പോൾ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നേരിട്ടിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് അവിടെ കാണുന്നത്. देख सकते हैं चेलों के ऊपर स्वर्ग से उतरी हुई एक सामर्थ को वहां पे देखते हैं। उनके पास बहुत बड़ा उद्देश्य है, उनको बहुत बड़ा कार्य करना है। कोई साधारण व्यक्ति इस कार्य को नहीं कर सकता. അവർക്ക് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ പഠിച്ച കഴിഞ്ഞ 3 വർഷം പഠിച്ച ഒരുപാട് അറിവുകളുണ്ട്. യേശു ആരാണ് നേരിട്ട് കണ്ടവരും കേട്ടവരും കർത്താവിന്റെ ക്രൂശീകരണവും മരണ പുനരുദ്ധാന സ്വർഗാരോഹണം എല്ലാം കണ്ട് സന്ദേശം നിങ്ങൾ എന്റെ ഉയർപ്പിന് സാക്ഷിയാകണമെന്ന് പറഞ്ഞ സന്ദേശവുമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ മേൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമാകുകയാണ്. 3 वर्ष यीशु मसीह के साथ रहकर अलग अलग अद्भुत कार्यों को महसूस कर देखने वाले चेले यहाँ पे बैठे हुए हैं। उन्होंने पुनरुत्थान को देखा, यीशु मसीह का क्रूस पर मारा जाना देखा। वो 3 दिन के बाद यीशु मसीह के पुनरुत्थान को देखा। अलग अलग चीजों को महसूस कर देखे हुए लोग उस चेले कोठरी पे बैठे हुए, उनके ऊपर वो सामत उतर आई है. നമുക്കറിയാം, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയാണ്. वहां पे हम देख सकते हैं त्रिएक परमेश्वर के ऊपर आ रहा है, ठहर रहा है. ശിഷ്യന്മാർ ആത്മാവിന്റെ നിറവിലേക്ക് നടത്തപ്പെടുകയാണ്. हम वहां पे देखते हैं चेले पूरे आत्मा की भरपूरी में वहां पे नजर आते हैं. ക്രിസ്തീയ ശുശ്രൂഷകന്മാരായവർ മാറപ്പെടുന്നു. वो लोग एक प्रेरित के मसीही जो प्रेरित के तौर पे वहां पे उनका एक बदलाव वहां पे हो रहा है. അവർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുകയാണ്. सुसमाचार का प्रचार के लिए तैयार हो रहे हैं. വലിയ ദൈവശക്തി ഏറ്റെടുക്കാൻ പോകുന്നു. सामर्थ को वो लोग स्वीकार कर रहे हैं. അവരുടെ ഉള്ളിലെ ഭയവും ഭീതിയും എല്ലാം മാറുവാൻ പോകുന്നു. मनों के अंदर जो भय है, डर है, वो सब हट रहा है. അവൻ ലോകത്തെ മുഴുവൻ പിടിച്ചടക്കുവാൻ, ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പോകുന്ന അഭിഷിക്തന്മാരുടെ മേൽ ദൈവശക്തി വെളിപ്പെടുന്ന നിമിഷമാണ് പെന്തക്കോസ്ത് ദിനം. संसार को अपने खुद के अधीन कर उन पे जो सामत उतर एक दृश्य को यहाँ पे हम देख सकते हैं. അപ്പോൾ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേലും പകരപ്പെടുകയാണ്. हर एक पर आके ठहर गए. इस दृश्य को ആ മാളിക മുറിയിൽ കൂടി വന്നിരുന്ന അവസാന വ്യക്തിയും ഈ അഗ്നിനാവ് പതിഞ്ഞവരായിട്ടാണ് അവിടെ ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. कोठरी में प्रवेश किया हुआ आखिरी जन भी सामर्थ को महसूस कर उस पर ठहर कर वापस उस कोठरी से बाहर आ रहा है. എന്റെ മേൽ ആ അഗ്നിനാവിന്റെ അതെ പതിയിലുണ്ട്. എന്റെ മേൽ അത് പകരപ്പെട്ടു. ആ ശക്തി എന്റെ മേൽ വന്നു. ആ അഗ്നിനാവ് എന്റെ മേൽ പതിഞ്ഞു എന്ന് സാക്ഷ്യം പറയുന്നവരാണ് ആ മാളിക മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നവർ. कोठरी पे से जो लोग बाहर आ रहे हैं वो ऐसे लोग हैं जो ये गवाही दे रहे हैं कि मैंने देखा है, मैंने उस पवित्र आत्मा को उतरते हुए देखा है, मैं खुद के ऊपर मेरे ऊपर उतरा हुआ वो सामर्थ को मैंने देखा है. അപ്പോൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്നാണ് വായിച്ചത്. वहां पे इस प्रकार लिखा है हर एक पर आके ठहर गई. ഈ മാളിക മുറിയുള്ള ഓരോരുത്തരുടെയും സാക്ഷ്യം ഇത് തന്നെയാണ്. എന്റെ മേലും ഞങ്ങളുടെ മേലും അവയെ പ്രത്യേകിച്ച് ഓരോ വ്യക്തിപരമായി പറയുന്നു. എന്റെ മേൽ പതിഞ്ഞു എന്നവർ സാക്ഷ്യം പറയുന്നു. कोठरी में जितने लोग बैठे हैं ये सब इस बात गवाही दे रहे हैं कि मैंने देखा है. मेरे ऊपर हर एक व्यक्ति खुद पे कह रहा है कि व्यक्तिगत तौर से मेरे ऊपर वो सामर्थ आया हुआ है. പെന്തക്കോസ്താളിലെ ആത്മപകർച്ച ഓരോരുത്തർക്കും വേണ്ടി പകർന്ന പകർച്ചയാണ്. पेंटिकोस्ट के दिन जो सामर्थ उतरी है वो व्यक्तिगत तौर पे उतरी हुई सामर्थ. കാരണം ഇവർ ഓരോരുത്തരായി ഓരോരുത്തരും പുനരുദ്ധാനത്തിന് സാക്ഷിയാകേണ്ടവരാണ്. व्यक्तिगत तौर पे गवाह के तौर पे तैयार होने का समय है. ആമേൻ. ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട്
ആമേൻ യേശുവിന്റെ ക്രൂശിനും പുനരുദ്ധാനത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷ്യം വഹിപ്പാൻ വേണ്ടി സ്വർഗത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ആമേൻ ആളുകളെ മാറ്റി നിർത്താതെ സ്വർഗം അവരുടെ മേൽ ആമേൻ ഓരോരുത്തരുടെ മേൽ ആത്മാവിനെ പകരുകയാണ്. उनमें से जो कोठरी में जो जितने लोग बैठे थे उनमें से हर एक को चुना था, वो पुनरुद्धान उस पवित्र आत्मा को उतरने को, हर चीज पे गवाह बनने के लिए स्वर्ग ने चुने हुआ लोग वहां उस कोठरी में बैठे थे. അഗ്നി നാവുകൾ പ്രത്യക്ഷമായി. किसी जीवों ने दिखाई दी, നാവുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. उन्हें दिखाई दी. നമുക്ക് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഹല്ലേലൂയ വളരെ സന്തോഷത്തോടെയാണല്ലോ നാം ഈ സന്ദേശം കേൾക്കുന്നത്. ഇന്ന് രാവിലെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയപ്പെടണം. ആമേൻ. ഒരു വലിയ സന്ദേശം പറയുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ആമേൻ. നാം സംസാരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ. നാം പകലിലും സംസാരിക്കുന്നു, രാത്രിയിലും സംസാരിക്കുന്നു. ആമേൻ. സകല കാലാവസ്ഥയിലും, ചൂടുകാലത്തും തണുപ്പുകാലത്തും, രോഗത്തിലും ആരോഗ്യമുള്ളപ്പോഴും, വേദനിക്കുമ്പോഴും സുഖമുള്ളപ്പോഴും എല്ലാം സംസാരിക്കുന്നവരാണ് അഭിഷിക്തന്മാർ, ദൈവദാസിമാർ. प्रभु के दासी है, वो हर मौसम में, चाहे गर्मी हो, चाहे सर्दी हो, चाहे बरसात हो, हर समय दुख में हो, सुख में हो, हर समय इस बात में गवाह देने वाले प्रभु के दास, प्रभु के दासी. നമുക്കെല്ലാവർക്കും പറയുവാനുള്ള സന്ദേശമുണ്ട്. യേശു ജീവിച്ചെഴുന്നേറ്റവൻ, യേശു പുനരുദ്ധാനം പ്രാപിച്ചവൻ. हम सबके पास बताने के लिए एक संदेश है कि यीशु मसीह जीवित है, वो एक जिंदा परमेश्वर है. പുനരുദ്ധാനത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി, സംസാരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ട പെന്തക്കോസ്തിലെ എന്ന് പറഞ്ഞാൽ 120 മേൽ എല്ലാവരുടെ മേൽ ആത്മാവ് അഗ്നിജ്വാല പോലെയുള്ള നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുന്നു. लिखा है हर एक पर वो आग किसी जीवन हर एक पर आके ठहर गई. അപ്പോൾ ഈ കോട്ടയിൽ ഈ മാളിക മുറിയിൽ ഇരിക്കുന്നവരെല്ലാം സംസാരിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വചനം ജഡമായി ഭൂമിയിലേക്ക് വന്നവൻ, സംസാരിച്ചുകൊണ്ട് തുടങ്ങിയവൻ, बात करना शुरू हुआ है. വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചവൻ, वचन के द्वारा सबको सृष्टि करने वाला, വചനമായി വെളിപ്പെട്ട കർത്താവ്, वचन के तौर पे प्रकट हुआ एक परमेश्वर. നമുക്കറിയാം ദൈവശ്വാസിയുമായി വചനത്തെ സംസാരിപ്പാൻ അധികാരമുള്ളവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ. पेंतकोस्त के विश्वासी हैं, इस वचन को सामर्थ्य के द्वारा प्रचार करने वाले लोग हैं, अभिषेक लोग. आमेन. നമുക്ക് സംസാരിക്കാതിരിപ്പാൻ നിർവാഹമില്ല. बात करने से कोई मना नहीं कर सकता. ഈ വചനം നമുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. वचन को हमें बात करते रहना है. ആമേൻ. ഈ മാളിക മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവന്റെ അധരത്തിലൂടെ വെളിപ്പെടുന്ന ശക്തി ചെറുതല്ല. ഹല്ലേലൂയ. ഈ അധരത്തിന് മുമ്പിൽ ആമേൻ മുഴു ലോകവും യേശുവിനെ അറിയണം. कोठरी से बाहर चले आ रहे हैं, इनकी जो बातें हैं कोई साधारण बातें नहीं है, ये पृथ्वी के छोर तक उद्धार करने के लिए सुसमाचार का प्रचार करने वाली बातें. ആമേൻ. യേശു സംസാരിച്ചുകൊണ്ട് വന്നു. यीशु मसीह बात करता हुआ आया. ആമേൻ. അഗ്നിയുടെ നാവായി കർത്താവ് ഭൂമിയിലേക്ക് വന്നു. आग से जीव के रूप पे इस धरती पर आया. യേശു സംസാരിച്ചുകൊണ്ട് പാപികളെ മാനസാന്തരപ്പെടുത്തി. मसीह बात करके पापियों को उद्धार दिया. ആമേൻ. സംസാരിച്ചുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി. बात करते हुए शैतानों को बाहर निकाला. യേശു സംസാരിച്ചുകൊണ്ട് കൊടുങ്കാറ്റിനെ നിശ്ചലമാക്കി. यीशु बात करते हुए आंधी को शांत किया. ആമേൻ. യേശു സംസാരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തു. बात करके यीशु मसीह ने अद्भुत कार्य किए. ആമേൻ. വചനം ജഡമായി വന്ന് വചനമായി സംസാരിച്ചുകൊണ്ട് കർത്താവ് ഭൂമിയിൽ കാര്യങ്ങളെ ചെയ്തു. वो वचन एक देह के तौर पे यीशु मसीह वहां पे बात कर रहा है. ആമേൻ. കൊരിന്ത്യയിൽ വായിക്കുന്നു, നാമും വചനത്താൽ ജനിച്ചവർ. वहां पे कोरिन्थियों की किताब में लिखा है हम सब वचन के द्वारा नए जन्म लिए हुए. ആമേൻ. അതേ ബീജത്താൽ അതേ വിത്തിനാൽ ജനിച്ചവരാണ് നാം. വചനത്താൽ ജനിച്ചവർ. सब उस वचन के द्वारा उस वचन में जन्म लिए हुए लोग हैं. ആമേൻ. നമുക്കും സംസാരിപ്പാൻ അധികാരം കർത്താവ് നൽകിയിട്ടുണ്ട്. परमेश्वर ने अधिकार दिया है, हमें भी बात करने का
अधिकार परमेश्वर ने दिया। ആമേൻ. ദൈവസഭ മിണ്ടാതിരിക്കുന്നവരുടെ കൂട്ടമല്ല, അവർ സംസാരിക്കുന്നവരുടെ ഗ്രൂപ്പാണ്. तो ये जो कलीसिया है वो सब शांत एक जगह बैठने वाले जन नहीं है, वो बात करने वाले लोग हैं। ആമേൻ. ആദിമ നൂറ്റാണ്ടിലെ സഭ സംസാരിച്ചുകൊണ്ട് ആരംഭിച്ചു. जो प्राचीन काल में जो कलीसिया है वो सब बात करने वाली कलीसिया है। അവരവരുടെ അധരത്താൽ പറയുന്നു, ആമേൻ, വെള്ളിയും പൊന്നും എനിക്കില്ല, ആമേൻ, യേശുവിന്റെ നാമത്തിൽ നടക്കെന്ന് പറയുമ്പോൾ ആമേൻ നാം വായിക്കുന്നു, ജന്മന മുടന്തർ ആമേൻ നടക്കുവാൻ ആരംഭിച്ചു. आमीन। हम वहाँ देख सकते हैं, लंगड़े को देख सकते हैं, वो कहता है कि वो मुझे कुछ दे, तो वहाँ पे चेले कहते हैं कि मेरे पास सोना चांदी और कुछ नहीं, मेरे पास जो है वो मैं तुम्हें देता हूँ। ആദിമ നൂറ്റാണ്ടിലെ സഭ സംസാരിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചു. तो प्राचीन काल में जो कलीसियाएं थी वो सब बात करने वाली कलीसियाएं। നമുക്കറിയാം, ഒറ്റ പ്രസംഗത്താൽ പെന്തക്കോസ്തിന്റെ നാവ് പതിഞ്ഞ പത്രോസിന്റെ ഒറ്റ പ്രസംഗത്താൽ 3000 പേർ ദൈവസഭയിലേക്ക് കടന്നു കയറി. जिस पे वो सामत उतरा हुआ है, उसके पहले प्रचार में 3000 लोग कलीसिया में जुड़ गए थे। പത്രോസും യാക്കോബും യോഹന്നാനും പൗലോസും ശിഷ്യന്മാരും എല്ലാം സംസാരിച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കി. पतरस, याकूब, यूहन्ना, पौलुस, जितने जन है प्रेरित थे, वो सब बात कर आमीन वो कलीसिया वो बना रहे थे। അവരെങ്ങനെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനെ പിതാവേ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. जिसको तुमने क्रूस पर चढ़ाया था, परमेश्वर ने उसको जिलाया, हम उसके गवाह हैं। രാജാക്കന്മാരുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും ലോകക്കാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും സംസാരിച്ചുകൊണ്ട് ലോകത്തെ കീഴടക്കി. अधिकारियों के सामने, राजाओं के सामने, समाज के सामने लोग बात करने वाले जन थे। അവർ വചനത്തെ പ്രകടമാക്കുന്നവർ, വചനത്തെ, കർത്താവായ വചനത്തെ നാവിലൂടെ ലോകത്തിന് മുമ്പിൽ ആമെ പ്രകടമാക്കുന്ന ആമെ ദൈവിക സാന്നിധ്യം പ്രാപിച്ചവരായിരുന്നു ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ. के जो अभिषिक्त जन थे वो सब वचन को प्रचार कर उस वचन को बोलकर उस वचन को प्रकट करने वाले लोग थे। പെന്തക്കോസ്ത് എന്നാൽ ആമെ സംസാരിപ്പാൻ കൃപ ലഭിച്ചവരുടെ കൂട്ടമാണ്. पेंटेकोस्त दिन है वो ऐसा दिन है जिसको बात करने वालों को एक सामर्थ अधिकार दिया हुआ है। ആമേ നാം അധികാരത്താൽ വചനത്തെ പ്രസ്താവിക്കുന്നവരാണ്. अधिकार के द्वारा हम इस बात का हम लोग प्रचार करते हैं। യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ എന്ന് പറയുമ്പോൾ ആമേൻ മുടന്തന്മാർ എഴുന്നേൽക്കുന്നു. जब कहते हैं खड़े हो जाओ तो खड़े हो जाएगा। യേശുവിന്റെ നാമത്തിൽ കൊടുങ്കാറ്റ് അടങ്ങുക എന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റ് അടങ്ങുന്നു. वहाँ पे हम देख सकते हैं, जब कहता है कि आंधी शांत हो जाए तो आंधी शांत हो जाती है। യേശുവിന്റെ നാമത്തിൽ പട്ടണങ്ങളെ പിടിച്ചൊതുക്കാൻ അധികാരം ലഭിച്ചവരാണ് നാം എല്ലാവരും. वो अपने अधीन करने के लिए एक सामर्थ परमेश्वर ने हमें दिया है। നാം ആമേൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പതിയപ്പെട്ടവരാണ് നാം. നാം നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ അധരത്തിലൂടെ ദൈവിക സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നവരാണ്. सामर्थ हम सबके ऊपर आग किसी जीवियों के समान प्रकट हो चुकी है। हम सबके मुंह से एक अधिकार के तौर पे वचन निकलता है। യഹൂദന്മാർ അവരുടെ മതത്തിന്റെ ശക്തിയാൽ ലോകത്തെ കീഴടക്കുവാൻ ശ്രമിച്ചു. जो यहूदी जन है वो अपने धर्म के द्वारा, अपने ग्रंथों के द्वारा उस संसार को, दुनिया को अपने अधीन करने की कोशिश कर रहे हैं। അവരുടെ ആചാരങ്ങൾ നിമിത്തം ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചവരാണ് യഹൂദന്മാർ. अपनी परंपराओं के द्वारा, अपने परंपराओं के द्वारा दुनिया को अधीन करना चाहते थे। ആ സമയത്തെ ഭരണാധികാരികളായ റോമക്കാർ അവരുടെ വാൾ കൊണ്ട് ദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചവരാണ്. तो जो रोमी राज्य थे, रोमी साम्राज्य थे, वो अपने सामर्थ्य के द्वारा, अपने तलवारों के द्वारा अधीन कर रहे थे। അതുകൊണ്ടാണ് ദൈവസഭ അവർ തൽവാർ, അവരുടെ വാൾ കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചത്. वहाँ पे हम देख सकते हैं कलीसिया को उन्होंने तलवार के दम पे पर राज्य करने का उन्होंने कोशिश की। യഹൂദന്മാർ മോശയുടെ നിയമത്തിന്റെ ആമേൻ നിയമപ്രകാരം ദൈവസഭയെ ഒതുക്കുവാൻ ശ്രമിച്ചു. यहूदी जो जन थे, जो धर्म के जन थे, वो मूसा की जो व्यवस्था को लेकर कलीसिया को सीमित करने की कोशिश कर रहे थे। ആമേൻ ശത്രുക്കൾ, ദൈവസഭയുടെ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങൾ നന്നായിട്ട് ദൈവസഭയ്ക്ക് മേൽ പ്രയോഗിച്ചവരാണ്. वो जो बाहर के जो लोग थे, शत्रु थे, वो अपने हथियारों को वो लोग ऐसे सामर्थ के तौर पे इस्तेमाल कर रहे हैं। അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ദൈവസഭയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി അവർ നന്നായിട്ട് ഉപയോഗിച്ചവരാണ് ദൈവസഭയുടെ ശത്രുക്കളെല്ലാം. जो भी शत्रुजन थे वो अपने पास जो भी थे उन सभी हथियारों को इस्तेमाल कर वो कलीसिया को दबाने की कोशिश कर रहे हैं। എന്നാൽ ദൈവസഭയുടെ ആയുധം നമുക്കറിയാം, നമ്മുടെ കരബലമല്ല. हम सब जानते हैं हमारे पास जो हथियार है वो हमारे हाथ का हथियार नहीं है। ആമേൻ നമ്മുടെ കയ്യിൽ വാളുകളില്ല. हमारे पास तलवार नहीं है। ആമേൻ നാം യഹൂദന്മാരെ പോലെ ആമേൻ ദൈവസഭയുടെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ലോകത്തെ കീഴ്പ്പെടുത്തുന്നവരല്ല. हम लोग अपने सामर्थ्य से किसी को दबाने की कोशिश नहीं करते हैं। ആമേൻ ദൈവത്തിന്റെ വചനത്തെ ആമേൻ അധികാരത്തോടെ വിളിച്ചറിയിക്കുന്നവരാണ് നാം. हम उस परमेश्वर के वचन को अधिकार के द्वारा मुंह से बोलकर अधिकार शासित करने वाले लोग हम लोग। ഗ്ലോസായി എന്ന ആമേൻ വലിയ ആത്മാവിന്റെ സാന്നിധ്യം ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞായിരുന്നു ആ മാളിക മുറിയിലെ വിശുദ്ധന്മാരായ മക്കൾ. जो सामर्थ है उसको हर एक ने महसूस किए हुए लोग उस कोठरी में बैठे हुए हैं। ആമേൻ ആ തീനാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞപ്പോൾ
അവരുടെ വായിൽ നിന്ന് വന്ന ഭാഷകൾ നമുക്കറിയാം, അവരുടെ ഭാഷ മാറുകയാണ്. वहां पर देख सकते हैं जैसे वो सामुद उन पर उतर आए, उनकी भाषा बदल जा रही है, हम वहां देखते हैं। നാം വായിക്കുന്നു, അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. वहां पे देख सकते हैं वो अन्य भाषा में बात करना शुरू कर അവർ दिया, അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. वो अन्य भाषा में बात करना शुरू कर അവർ दिया, പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചു തുടങ്ങി. वो बाहर भागकर प्रचार करना शुरू कर दिया। അപ്പോൾ നാം വായിക്കുന്നു, ലോകത്തിന്റെ പല ഭാഗത്തു വന്ന യഹൂദന്മാർ അവരവരുടെ നാട്ടുഭാഷകളിൽ സുവിശേഷം കേൾപ്പാൻ തുടങ്ങി. वहां पे ऐसे देख सकते हैं कि हर एक व्यक्ति अपने अपनी भाषाओं में वो परमेश्वर के वचन को सुन रहा था। ആമേൻ. അവർ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുകയാണ്. परमेश्वर का वचन को सुनकर उद्धार पाकर कलीसिया में आ रहे थे। അങ്ങനെ രാവിലെ ആത്മാവിൽ ഈ സന്ദേശങ്ങൾ അഭിഷിക്തനെ ഹല്ലേലൂയ നാം സംസാരിപ്പാൻ വരം ലഭിച്ചവരാണ്. जितने लोग विश्वास करते हैं वो एक बात जान ले कि हम सबको बोलने की सामर्थ परमेश्वर ने ആമേൻ. ദൈവസഭ എന്ന് പറഞ്ഞാൽ, ആത്മശക്തി എന്ന് പറഞ്ഞാൽ, ആമേൻ, നമ്മുടെ അധരത്തിലൂടെ നമ്മുടെ വാക്കിലൂടെ ആമേൻ നാം ദൈവശക്തിയെ പ്രകടിപ്പിക്കുന്നവരാണ്. की सामर्थ्य है कि हम अपनी भाषाओं से अपनी बातों से हम चीजों को अधीन करने वाले लोग हैं। അതുകൊണ്ടാണ് നാം ആത്മാവിൽ ദേശങ്ങളെ അനുഗ്രഹിക്കുന്നത്. यही कारण है कि हम आत्मा में भर कर उस बातों को बोलकर शहरों को आशीष करने, അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിൽ അന്ധകാര ശക്തികളെ ബന്ധിക്കുവാൻ നമുക്ക് നാവിനാൽ അധികാരം തന്നത്. जबान के द्वारा, जीभ के द्वारा ये सामर्थ्य अधिकार परमेश्वर ने दिया है कि हम शैतान के बंधनों को शासित कर सकते। നാം സാത്താന്റെ കോട്ടകളെ നീ പുറപ്പെട്ടു പോ എന്ന് പറയുമ്പോൾ പിശാചിന്റെ മണ്ഡലങ്ങൾ ഇളകി മറയുവാൻ കാരണം ആമേൻ നാം ആത്മശക്തി നമ്മുടെ അധരങ്ങളിൽ പ്രാപിച്ചവരാണ്. शैतान सब कहते हैं कि दूर हट जा, तो वो हट जाता है। इसका कारण यह है कि परमेश्वर ने हमारी ज़बान में सामर्थ्य दी है। ആമേൻ. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ വചനത്തിലാണ് ദൈവശക്തി ഉള്ളത്. जो परमेश्वर ने पेंतकोस्त की जो सामर्थ्य निकली है हम पे आ ठहरी है, वो हमारी ज़बानों में सामर्थ्य होती है। കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. परमेश्वर का यीशु मसीह कहता है कि मेरा जाना तुम्हारे लिए लाभदायक है। ആമേൻ. ഞാൻ പോയി ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. मैं जब जाऊंगा तो तुम्हारे लिए एक सहायक भेजूंगा। യേശു ഏതാത്മാവിനാൽ ശുശ്രൂഷിച്ചിരുന്നു അതേ ആത്മാവിനെ പ്രാപിച്ചവരാണ് പെന്തക്കോസ്ത് വിശ്വാസികൾ. जो सामर्थ यीशु मसीह पे आ उतरी थी, वही सामर्थ जो हम सबके ऊपर उतरी हुई सामर्थ। യോർദാൻ വെച്ച് ആത്മാവിൽ നിറയപ്പെട്ട കർത്താവ് അതേ ആത്മാവിൽ സംസാരിച്ചു തുടങ്ങിയിരുന്നു. यरदन नदी में जो सामर्थ यीशु मसीह के ऊपर आया था, उसी सामर्थ को यीशु मसीह अद्भुत कार्य कर रहे थे। കർത്താവ് യോർദാനിൽ വെച്ച് സംസാരിച്ചു തുടങ്ങി. यीशु मसीह उस यरदन नदी से जैसे वो सामर्थ आया, वहीं से बोलना शुरू हो गया। ആത്മാവിനാൽ വചനത്തെ അതിശക്തമായി ഉപയോഗിച്ച കർത്താവ് ആമേൻ കർത്താവിന്റെ അനുപസ്ഥിതിയിൽ, കർത്താവ് ഇപ്പോൾ ഇല്ലാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അതേ ആത്മാവിൽ സംസാരിപ്പാൻ വരം ലഭിച്ചവർ कर्ताविന്റെ शिष्यन्मार। इस सामर्थ्य से यीशु मसीह अपने बातों का इस्तेमाल करते थे। जब यीशु मसीह नहीं है, स्वर्ग में चले गए हैं, वही सामर्थ्य यीशु मसीह पे थी, वो हमको और आपको देकर यीशु मसीह गया। ഇന്ന് രാവിലെ ആത്മാവിൽ നന്ദി പറയാമോ കർത്താവേ, ഈ അഗ്നിനാവുകൾ എന്റെ മേൽ പതിയപ്പെടുന്നതിനായി സ്തോത്രം। धन्यवाद कर सकते हैं कि यीशु मसीह, धन्यवाद इस सामर्थ्य के लिए। ഈ ലഭിച്ച ദൈവിക സാന്നിധ്യം അവിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിപ്പാൻ വേണ്ടിയല്ല। ये जो सामर्थ्य है, ये अविश्वास की बातें बोलने के लिए नहीं है। ആമേൻ ശാപത്തിന്റെ വാക്കുകൾ പറയാൻ വേണ്ടി ആമേൻ അഭിഷേകം പ്രാപിച്ചവരല്ല ദൈവത്തിന്റെ മക്കൾ। चीजों को बोलने के लिए अभिषेक लोगों को नहीं चुना। ആമേൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഉയർപ്പിന്റെ സാക്ഷികളായി ഉയർപ്പിന്റെ ദിനത്തിന് ശേഷം ആമേൻ ലോകത്തിലെ അവസാന വ്യക്തിയോടും സുവിശേഷത്തിന്റെ ശക്തിയെ ആമേൻ അധരത്തിലൂടെ വചനത്തിലൂടെ വിളിച്ചറിയിപ്പാൻ വേണ്ടി, സാക്ഷിയാകുവാൻ വേണ്ടി ആമേൻ കർത്താവിനാൽ അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ സഭയാണ് അഗ്നിനാവുകളാൽ അഭിഷേകം പ്രാപിച്ചവർ। जिन पे सामर्थ उतरी है, वो ऐसे लोग हैं जो पृथ्वी के छोर तक हर एक व्यक्ति पर अपना सुसमाचार अपने जबान के द्वारा जो अधिकार परमेश्वर दिया है, उस सामर्थ परमेश्वर ने दिया है, उस सामर्थ के द्वारा प्रचार करने वाले लोग हैं अभिषिक्त लोग जो कोठरी में बैठे थे। യഹൂദിയിലും ഗലീലയിലും പാർത്തിരുന്ന നാട്ടുഭാഷ മാത്രം, അവരുടെ ദേശീയ ഭാഷ മാത്രം സംസാരിച്ചിരുന്ന സാധാരണക്കാരായിരുന്ന ശിഷ്യന്മാർ ഇപ്പോൾ ആമേൻ അഗ്നിനാവുകൾ പതിയപ്പെട്ടപ്പോൾ ലോകത്തിലെ സകല ഭാഷകളിലും സംസാരിപ്പാൻ आमेन और प्रागल्भ्यम प्रापिക്കുകയാണ്। वहां पे देख सकते हैं यहूदी जो गलील की जो भाषा है, वही बोलने वाले चेलों के ऊपर अलग अलग भाषाओं की बोलने की सामर्थ उनकी जबान में आ चुकी है। കാരണം പെന്തക്കോസ്ത് ദിനത്തിൽ അവർ അഗ്നിനാവിനാൽ സ്പർശിക്കപ്പെട്ടു। जो आप ऐसा देख सकते हैं कि पेंतकोस्त के दिन अग्नि जीभ के साथ वो हर एक पर छुआ हुआ। ആമേൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു അവർ അവരുടെ കണ്ണുകളാൽ കണ്ടത് ആമേൻ തീ പോലെയുള്ള നാവുകൾ അവരുടെ മേൽ പതിയുന്നതായിട്ടാണ്। वो सब वो देख रहे थे कि अग्नि की जीभ
हर एक पर हाथ ठहरी उन्होंने देखते हुए उन्होंने देखा, കാരണം ആമേൻ അവർ അവിടെ വെച്ച് സംസാരിച്ച് തുടങ്ങേണ്ടിയിരുന്നു. क्योंकि उनको बोलने की आवश्यकताएं थी. സംസാരിപ്പാൻ അധികാരത്തോടെ വചനം പ്രസ്താവിപ്പാൻ അധികാരം പ്രാപിച്ച അഭിഷിക്തന്മാർ ആ മാളിക മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരേണ്ടിയിരുന്നു. उस कोठरी में से जिनको बाहर आना था वो ऐसे लोग थे जो को प्रचार करना, सामर्थ्य प्रचार करने की आवश्यकता थी. ആമേൻ പരിശുദ്ധാത്മാവിന്റെ തീയുടെ നാവുകളാൽ സ്പർശിക്കപ്പെട്ട അഭിഷിക്തന്മാരെ നമുക്ക് മൗനമായിരിക്കാൻ സാധ്യമല്ല. കാരണം ഹല്ലേലൂയ, യേശു ആമേൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അധികാരത്തോടെ സാക്ഷ്യം പറയേണ്ടതിന് വേണ്ടി പെന്തക്കോസ്തിന്റെ മാളിക മുറിയിലൂടെ നടന്നു നീങ്ങിയ പുറത്തേക്ക് വന്ന വിശുദ്ധനെ ഹല്ലേലൂയ ആമേൻ ഭയം കൂടാതെ നാം പറയും, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ സാക്ഷി. अभिषेक को ये बात हम जरूरी है कि हम ये बातों को प्रचार करें कि यीशु मसीह जीवित है. उस कोठरी में से जितने लोग बाहर आए तो वो इसी बात का प्रचार कर रहे थे कि यीशु मसीह जिंदा है, वो जीवित परमेश्वर है. അഗ്നിനാവുകൾ പോലെയുള്ള അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, आग सी जीभें फटती हुई उन्हें दिखाई दी. ആമേൻ നാവുകൾ നമുക്കറിയാം സംസാരത്തെ കാണിക്കുന്നു. जीभें जो होती हैं वो बातों को समझाती हैं. പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പറഞ്ഞാൽ ആമേൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക, തുടർമാനമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. फटती हुई जीभें, इसका मतलब हर समय वो एक मूवमेंट वाली, एक हर समय कार्य करने वाली അതിന്റെ जीभें. മൂലഭാഷയിൽ ഞാൻ പഠിച്ചപ്പോൾ അത് രണ്ടായി പിളർന്നതിലും എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം ആമേ പറയുവാൻ വേണ്ടി നീട്ടപ്പെട്ടതാവെന്നാണ് അർത്ഥം. वहां पे इस प्रकार देख सकते हैं, जब जीवें उनके ऊपर आ गई हैं तो उनकी जबान में एक सामर्थ आ गई है, उनकी जबान थोड़ी बड़ी हो गई है, ऐसा वहां पे देख सकते हैं. ആമേ ശ്രദ്ധിക്കുക, അപ്പോൾ ആമേ പറവാൻ വേണ്ടി പറയപ്പെടുവാൻ വേണ്ടി തയ്യാറായ നാവുകൾ, बोलने के लिए एक सामर्थ के तौर पे वहां पे देख सकते हैं. ആമേ പറയേണ്ടിയ നാവുകൾ, जो बोलना है उस बात का प्रचार करने वाली सामर्थ. ശിഷ്യന്മാർ ഈ അധികാരത്തെ പ്രാപിച്ചപ്പോൾ പിന്നെ അടങ്ങിയിരുന്നില്ല. वहां पे ऐसा देख सकते हैं, जब चेले जब इनके ऊपर सामर्थ उतरी थी तब वो एक जगह बैठ नहीं रहे थे, वो हर जगह जा रहे थे. അവർ പുറത്തേക്ക് ഇറങ്ങി പ്രസംഗം ആരംഭിക്കുകയാണ്. बाहर निकलकर प्रचार कर रहे हैं. അഗ്നി ജ്വാല പോലെ പിളർന്നിരുന്ന നാവുകളെ അവർ ആമേ നന്നായിട്ട് ഉപയോഗിച്ചു. आग की जो जीभें हैं जो उनकी ऊपर उतरी थी उनका उन्होंने सही इस्तेमाल किया था. ആമേ നമുക്കറിയാം ആളുകൾ കൂട്ടമായി ദൈവസഭയിലേക്ക് വരുന്നു. वहां पे देख सकते हैं कलीसियाएं भीड़ से भर रही थी. ആമേ വലിയ വലിയ മിഷണറി യാത്രകൾ നടത്തുന്നു. बड़ी बड़ी मसीही सेवा यात्रा हम यहाँ देख सकते हैं. आमें सेवा यात्रा को देख सकते हैं. വലിയ വലിയ പട്ടണങ്ങൾ ദൈവത്തെ അറിയുന്നു. बड़े बड़े शहर यीशु मसीह को जान रहे हैं. ആമേ വലിയ ഉണർവുകൾ ഉണ്ടാകുന്നു. बड़ी बड़ी बेदारियां होती हैं. അവർ ആത്മാവിൽ നിറയപ്പെട്ടവർ സംസാരിപ്പാൻ കൃപ ലഭിച്ചവരാണ്. आत्मा से बात कर सामर्थ्य पाए. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. നമുക്കറിയാം ക്രിസ്ത്യ ചരിത്രത്തിന്റെ ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ ആത്മാവിൽ സംസാരിച്ചു എന്ന് ആമേ ചരിത്രം പറയുന്നു. देख सकते हैं जो प्राचीन काल में थे वो सब जो तीन शताब्दी कलीसियाएं थी वो सब मिलकर पवित्र आत्मा से भरकर सामर्थ्य से भरकर प्रचार करने वाले लोग थे. എന്നാൽ പിന്നീട് വന്ന ചില നൂറ്റാണ്ടുകൾ ആത്മാവിന്റെ ചലനമില്ലാതെ നിശബ്ദമായി നാവുകൾ ഉപയോഗിക്കാതിരുന്ന നാളുകൾ നമുക്കറിയാം. ऐसा कई आगे जो शताब्दी थी, कई सारे शताब्दियों में देख सकते हैं पवित्र आत्मा का चलन उतना नहीं था. ആമേ കാരണം അല്ലെങ്കിൽ അവർ പാരമ്പര്യത്തിന് വിധേയപ്പെട്ട് കത്തോലിക്ക മതം ക്രൈസ്തവ മതത്തെ ആമേൻ എന്ത് ചെയ്തു, പിടിച്ച് അടക്കിയത് കൊണ്ട് അവർ അധികം സംസാരിക്കാതെ അവർ നാവിനേക്കാൾ അപ്പുറം വാളിനെ ഉപയോഗിച്ചു എന്ന് ചരിത്രം വായിക്കുന്നു. शताब्दी को देखते हैं जब वो सामर्थ्य के बजाय वो तलवार का इस्तेमाल करने वाले एक इतिहास को वहां पे देख सकते हैं. എന്നാൽ കഴിഞ്ഞ 19ാം നൂറ്റാണ്ടിൽ വീണ്ടും ആമേൻ ലോകത്തിൽ ഉണ്ടായ ഉണർവുകൾ പെന്തക്കോസ്തിന്റെ ശക്തിയെ ആമേൻ ഈ അഗ്നിജ്വാലയുടെ പിളർന്ന നാവിലേക്ക് ദൈവസഭയെ വീണ്ടും ഇറക്കുന്നതായി നമുക്കറിയാം. നാം എല്ലാം അതിന്റെ ഭാഗമാണ്. 19 शताब्दी के बाद हम देख सकते हैं जितनी भी सामर्थ्य है, जितनी भी कलीसियाएं हैं, वो सब एक सामर्थ्य के तौर पे एक सामर्थ्य को हम प्रचार करते हुए वहां पे देख सकते हैं. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാം എല്ലാവരും ആത്മാവിന്റെ നാവുകളെ അനുഭവിച്ചറിഞ്ഞവരാണ്. सभी वो प्रियो ये बात जान ले कि हमने उस आग को महसूस किया है. ഈ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളെ നേരിട്ട് കണ്ടവരും അനുഭവിച്ചവരും സ്പർശിച്ചവരുമാണ് നാം എല്ലാവരും. हम सब ऐसे लोग हैं जिन्होंने आग की जीभें फटती हुई, हम प्राण ठहरते हुए हमने देखा है. ആമേൻ സംസാരിപ്പാൻ വേണ്ടി അധികാരം പ്രാപിച്ചവരാണ് നാം. सामर्थ्य पाए हुए लोग हैं, बात करने के अधिकार पाए हुए लोग हैं. ഇന്നലകളിൽ യേശുവിനെ ക്രൂശിച്ച യഹൂദന്മാരുടെ മേലും റോമക്കാരുടെ മുമ്പിലും ധൈര്യമായി നിന്ന് ആമേൻ ധൈര്യത്തോടെ സാക്ഷ്യം പറഞ്ഞ വിശുദ്ധന്മാർ അഗ്നിജ്വാല പോലെ ഉള്ള നാവുകളുടെ സ്പർശനമേറ്റവരായിരുന്നു. जिन पे वो ठहर गया है आत्मा, पवित्र आत्मा पे ठहरा है, रोमी राज यहूदियों के सामने एक बड़े धैर्य के साथ, एक सामर्थ के साथ प्रचार करने वाले लोग थे. ലജ്ജ കൂടാതെ ഭയമില്ലാതെ സംസാരിപ്പാൻ തെല്ലും
മടിയില്ലാതെ ആമേൻ അവർ ആമേൻ ഉച്ചൈസ്വരം കർത്താവിന്റെ ആമേ ക്രൂശിനും പുനരുദ്ധാരണം സാക്ഷികളായെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ, കർത്താവേ ആമേ എനിക്ക് ഈ ആത്മാവിന് കൃപ ലഭിച്ചത് ഹല്ലേലൂയ ആമേൻ ഈ വചനം പ്രസ്താവിപ്പാൻ വേണ്ടിയാണ്. എന്നെ രക്ഷിച്ച കർത്താവിനെ എനിക്ക് വേണ്ടി ഉയർത്തുന്ന കർത്താവിനെ ധീരസാക്ഷിയായി ഭാരതത്തിന്റെ മണ്ണിൽ ശക്തമായ സുവിശേഷം അറിയിപ്പാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്യുന്ന ബോധ്യമുള്ളവർ ദൈവത്തെ ആത്മാവിൽ സ്തുതിക്കാമോ. हालेलुया। लोग कह सकते हैं कि प्रभु यीशु मसीह जो सामर्थ आपने मुझे दिया है, उस सामर्थ के द्वारा आपका प्रचार करने के लिए, आपके पुनरुत्थान का उस गवाह के तौर पे गवाही देने के लिए आपने सामर्थ दिया है। इसलिए परमेश्वर का धन्यवाद करने वाले कितने लोग यहाँ बैठे हैं। ആമേൻ. എന്നെ വളരെ ചിന്തിപ്പിച്ച ചിന്ത, അവരുടെ എല്ലാം ആത്മാവിന് നാവ് പതിഞ്ഞപ്പോൾ പിന്നെ അവരെ കോട്ടടി വിട്ട് അവരാ മാളിക മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാ. वहाँ पे मेरा पसंदीदा दृश्य ये है, जब उनपे सामर्थ उतरी तो जो कोठरी से बाहर निकलने का वो दृश्य मेरा सबसे पसंदीदा दृश्य है। ആമേൻ. നാവുകൾ ലോകത്തോട് സംസാരിപ്പാൻ വേണ്ടി ദൈവം നൽകിയ നാവുകളാണ്. जो जबान जो जीभें उनके ऊपर उतरी थी वो संसार में बात करने के लिए दी गई एक जबान है। ആമേൻ. നമുക്ക് വേണ്ടി സ്റ്റേജുകൾ ആമേൻ കാത്തിരിക്കുന്നു, ഒരുക്കപ്പെട്ടിരിക്കുന്നു. हमारे लिए कई सारे मंच तैयार हैं। ഇപ്പോഴും എത്രയോ ആളുകൾ ദൈവത്തെ അറിയാതിരിക്കുമ്പോൾ ഈ അഗ്നിനാവിനെ പ്രാപിച്ച വിശുദ്ധനെ നമുക്ക് എങ്ങനെ അടങ്ങിയിരിക്കാൻ കഴിയും? आमीन। कितने सारे ऐसे लोग हैं जिन पे आज भी उद्धार नहीं पाया, सामर्थ्य नहीं पाया, प्रचार उन्होंने सुसमाचार नहीं सुना। तो ये जो जबान हमें दी गई है, सामर्थ्य हमें दी है, वो किस काम की जबान दी गई? സംസാരിക്കുന്ന വിശുദ്ധനെയാണ് ലോകത്തിന് ഭയം. जो 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 अभिषिक्त बात करता है उस संसार को उससे डर लगता है। ശ്രദ്ധിക്കുക, ആമേ സംസാരിക്കുന്ന ദൈവസഭയെ ആമേ ലോകം ഭയക്കുന്നു. कलीसिया है जो बात करती है, उस कलीसिया से पूरी संसार डरती है। ഈ ആത്മാവിനാൽ സംസാരിക്കുന്ന സഹോദരിമാരെയും സഹോദരന്മാരെയും ലോകം പിശാചും ആമേ അവർ ഭയക്കുന്നു. जो प्रभु के दास प्रभु के दासी बात करती है सामर्थ्य से, उन सब से शैतान और पूरा संसार डरता है। സാത്താന്യ മണ്ഡലങ്ങളുടെ ആമേ താല്പര്യം നാം സംസാരിക്കാതെ ഇരിക്കണം. शैतान का मुख्य उद्देश्य है कि हम बात ना करने पाए। എന്നാൽ സ്വർഗം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ആമേ തന്റെ പുത്രനെ അയച്ച് പുത്രന്റെ മരണത്താൽ ലോകത്തെ വീണ്ടെടുക്കാൻ തക്കോണം സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ ആമേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ആമേ നാവിനെ അയച്ചിട്ട് നമ്മെ അഭിഷേകം ചെയ്ത് അടങ്ങിയിരിക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ ഈ പുനരുദ്ധാനത്തിന് സാക്ഷിയായി ലോകത്തിന്റെ അവസാനത്തോളം ആമേ മടിയില്ലാതെ വിശ്രമമില്ലാതെ നാം പോകണമെന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം. परमेश्वर स्वर्ग का ये इच्छा है, स्वर्ग की ये उद्देश्य है कि जो सामर्थ हमें दी गई है उस सामर्थ के द्वारा हमें प्रचार करे, गवाह बने, गवाही दे कि पुनरुद्धान यीशु मसीह जीवित है। अलग अलग जगह प्रचार करे। ആമേ പുനരുദ്ധാനത്തെ സാക്ഷിയായി പുനരുദ്ധാനത്തെ കണ്ടവൻ ഈ സന്ദേശത്തെ സാക്ഷ്യം പറയണം. जो जिन्होंने ये जिन पे सामर्थ है उन सब पे ये जरूरी है कि वो पुनरुद्धान का प्रचार करे। ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് അഗ്നിനാവുകൾ പോലെ എന്റെയും നമ്മുടെ മേൽ പകരപ്പെടുവാൻ കാരണം ഹല്ലേലൂയ നാം കണ്ടതിനെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ നാം കണ്ടതിനെ നാം അറിഞ്ഞ കാര്യങ്ങളെ അധരം കൊണ്ട് ലോകത്തോട് അറിയിക്കേണ്ടവരാണ് നാം. हम ऐसे लोग हैं प्रिय जो हमने महसूस किया है, जो हमने देखा है, उन सबको अपनी जबान के द्वारा प्रचार करने का एक सामर्थ्य अधिकार परमेश्वर ने हमें दिया है। രാവിലെ ആത്മാവ് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ ആമേൻ. നാം കണ്ടും കേട്ടുമുള്ളത് നമുക്ക് പറയാതിരിപ്പാൻ ആമേൻ നമുക്ക് തരമില്ല. ഹല്ലേലൂയ ആമേൻ. ഈ കാര്യം വചനത്താൽ, നമ്മുടെ ശബ്ദത്താൽ, നമ്മുടെ പ്രസംഗത്താൽ, നമ്മുടെ വാക്കിനാൽ യേശു ഉയർത്തെഴുന്നേറ്റവനെന്ന് ഉയർപ്പിന് ശേഷമുള്ള ദൈവസഭയെ ആമേൻ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളുടെ അഭിഷേകത്താൽ പറയുവാൻ പ്രേരിപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ ഇന്ന് നാം അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ ആമേൻ. പറവാൻ വേണ്ടി, സംസാരിപ്പാൻ വേണ്ടി, പ്രസംഗിപ്പാൻ വേണ്ടി അധികാരം പ്രാപിച്ച ദൈവത്തിന്റെ സഭ ऐसी कलीसिया है प्रियो जो परमेश्वर ने हमें अधिकार दिया है कि जो परमेश्वर की सामर्थ है, परमेश्वर का जो पुनरुद्धान है, परमेश्वर हमारा जीवित है, इस बात का प्रचार करने के लिए सामर्थ यीशु मसीह पे उतरी थी, वही सामर्थ हमको स्वर्ग ने दिया है। हमको सामर्थ हम पे उतरी है कि हम इस बात का प्रचार करें। ആത്മാഭിഷേകം പ്രാപിച്ചത് ഒരു റൂമിനകത്ത് മാത്രം ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയല്ല അഭിഷേകം നൽകിയത്. जो सामर्थ उतरी है वो कोठरी में एक जगह सीमित होने के लिए नहीं उतरी है। ശ്രദ്ധിക്കുക, വലിയ ഉത്തരവാദിത്തമാണ് അഭിഷേകം എന്നുള്ളത്. बहुत बड़ा एक उद्देश्य है, बहुत बड़ा कार्य है। ये पवित्र आत्मा को उतरना बहुत बड़ा एक कार्य है। അഭിഷേകം പ്രാപിച്ചവന്റെ മേൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. जो पवित्र आत्मा जिस पे उतरा है उसको बहुत बड़ी जिम्मेदारी है। നാം സാക്ഷിയാകുന്നവരാണ്. हम सब एक गवाह बनने के लिए बुलाए गए। ഒരു ഭാഗത്ത് സാത്താന്യ മണ്ഡലങ്ങൾ പറയുന്നു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, ശിഷ്യന്മാർ യേശുവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി. एक तरफ शैतान की जो गढ़ है वो कहती है कि यीशु मसीह जीवित नहीं हुआ है, यीशु मसीह के शव को चेले वहां से उठा ले गए हैं, ये बात को वो लोग बात करते हैं। എന്നാൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ മേൽ പതിഞ്ഞ
ശിഷ്യന്മാർ പറയുന്നു പിതാവാദയം അവനെ ഉയർപ്പിച്ചു എന്നതിന് ഞങ്ങൾ സാക്ഷികൾ. जिनकी वो सामत उतरी है वो सब एक इस बात का प्रचार करते हैं कि परमेश्वर ने उसे जिलाया है, हम उसके गवाह हैं. ആ ദൈവശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാം എങ്ങനെ മിണ്ടാതിരിക്കും? अगर हमने उस सामत को पाया है तो हम कैसे शांत बैठेंगे? ഞങ്ങളായിരിക്കുന്ന ഉത്തർപ്രദേശിലെ സ്ഥിതി വെച്ച് നോക്കിയാൽ हम സാക്ഷിയായി ഏതെങ്കിലും വിഷയത്തിന് സാക്ഷിയാകുക എന്നുള്ളത് തന്റെ ജീവന് അപകടകരമായ കാര്യമാണ്. സാക്ഷികളായവരെ രഹസ്യത്തിൽ വിളിച്ച് അവന്റെ കഥ തീർക്കുക, കഴിക്കുക, വീണ്ടും അവൻ സംസാരിക്കരുത്, കോടതിയിൽ ഹാജരാകാതിരിക്കുവാനായി ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ താമസിക്കുന്നവർക്കറിയാം. കാരണം അവൻ സാക്ഷ്യം പറഞ്ഞാൽ എന്ത് തെളിയും? കേസ് തെളിയപ്പെടുമെന്നത് കൊണ്ട് സാക്ഷിയാകുവാൻ ആളുകൾ കണ്ടവരാണെങ്കിൽ കൂടെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കും. കാരണം സാക്ഷ്യം പറയുന്നത് ജീവന് ഭീഷണിയുള്ള കാര്യമാണ്. അത് തന്നെയാണ് അപ്പോൾ യേശുവിന് സാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ ഇത് जीवन भीषणियाद കാര്യമാണ്. ये जो गवाह जो बनना है इसका ये बहुत बड़ा एक जिम्मेदारी है, बहुत बड़ा एक डर का एक चीज है. കാരണം ഹല്ലേലൂയ, അതുകൊണ്ടാണ് മാർട്ടിറോസ് എന്ന പദം ഉണ്ടായത്. യേശു ഉയർത്തെഴുന്നേറ്റതിന് നിങ്ങൾ എന്താകണം? രക്തസാക്ഷിയാകേണ്ടി വന്നാലും നിങ്ങളുടെ രക്തം കൊടുക്കേണ്ടി വന്നാലും നിങ്ങൾ പറയാതിരിക്കരുത് ഞങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ കണ്ടവരാണ്. इसलिए गवाह शब्द से ही शहीद शब्द मेल खाता है. इसका मुख्य कारण यह है कि जिस बात को तुमने देखा है, जिस बात को तुमने सुना है, इस बात का मरते दम तक प्रचार करने का एक शब्द है गवाह. അനസ്താസിസ് എന്ന പദത്തിന്റെ അർത്ഥമാണ് ഉയർത്തെഴുന്നേറ്റു വീണ്ടും എഴുന്നേൽക്കുക എന്നുള്ളത്. अनस्तासिस जो शब्द है इसका अर्थ है कि जो मरने के बाद जी उठने का कार्य को अनस्तासिस बोलते हैं. ആമേൻ. ജീവൻ ലഭിച്ചു എന്നുള്ളതാണ് അനസ്താസിസ് എന്നാൽ. जीवन को प्राप्त कर लिया है, इस बात का अर्थ है अनस्तासिस. എന്നാൽ കർത്താവ് പറയുന്നു, ശിഷ്യന്മാർ പറയുന്നു, പത്രോസിന്റെ പ്രസംഗം നമുക്കറിയാം. 1-ാം അധ്യായത്തിന്റെ അവസാന വാക്കുകളിൽ മത്യാസെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന്റെ പുനരുദ്ധാനത്തിൽ നിങ്ങൾ സാക്ഷിയാകണം. സാക്ഷി എന്നതിന്റെ അർത്ഥം ജീവനെ വെടിയുവാൻ വേണ്ടി തയ്യാറുള്ളവർ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിലെ സന്ദേശം ജീവൻ തരുന്ന സന്ദേശമായതുകൊണ്ട് നമുക്ക് മരണത്തെ ഭയമില്ല. आमेन. जो पतरस प्रचार करता है कि जरूरी है कि हम इस बात का गवाह बने, पुनरुत्थान गवाह बने, तो हम ये बात समझ ले कि हमें मरते दम तक इस चीज का प्रचार करना है. ഒരു കാര്യം നമുക്കറിയാം, ഈ നാമത്തിന് വേണ്ടി പ്രസംഗം നടത്തി ഈ നാമത്തിന് വേണ്ടി എന്നിട്ട് മരിക്കേണ്ടി വന്നാലും എന്നെ അനസ്താസിസ് ചെയ്യുവാൻ, എന്നെ വീണ്ടും ഉയർപ്പിക്കുവാൻ, എന്നെ ആമേൻ മരണത്തിൽ നിന്ന് ആമേൻ എന്ന് പറഞ്ഞാൽ വീണ്ടും എനിക്കൊരു പുനരുദ്ധാനം തരുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ബോധ്യമുള്ളവരായിരിക്കണം. ആമേൻ, കർത്താവിന്റെ സാക്ഷികൾ. जितने लोग गवाह हैं वो सब एक बात को समझ लें कि यीशु मसीह के पास, वो परमेश्वर के पास वो सामर्थ्य है कि हमें दोबारा जीवित करने का एक सामर्थ्य परमेश्वर के पास है. മരണത്തെ ഭയമില്ലാത്തവരാണ് സാക്ഷികൾ. मृत्यु का जिनमें डर नहीं है वही है गवाह. കാരണം ആമേൻ നമ്മൾ ജീവന സാക്ഷികളാണ്. क्योंकि हम जीवन के गवाह हैं. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ ജീവിപ്പിക്കാൻ കഴിയുന്ന ദൈവാത്മാവാണ് നമ്മുടെ അധരങ്ങളിൽ പകർന്നെങ്കിൽ പിന്നെ നാം എങ്ങനെ നിങ്ങൾ പ്രസംഗിക്കരുത് എന്ന് നിയമം പ്രഖ്യാപിച്ചാലും നാം അടങ്ങിയിരിക്കാത്തതിന്റെ കാരണം നമ്മുടെ കയ്യിലുള്ള സന്ദേശം पुनरुत्थानത്തിന് സന്ദേശമായത്. जिस आत्मा ने यीशु मसीह को जिलाया, अगर वही आत्मा हम में है तो हमें क्यों डरने की आवश्यकता है, क्यों हमें भय करने की आवश्यकता है? हमें मरते दम तक इस चीज का गवाह बनना है. अगर സമയം കഴിഞ്ഞു, ഇവിടെ അവസാനിപ്പിക്കട്ടെ. हमारा समय समाप्त हो रहा है, हम यही समाप्त करेंगे. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, आग जैसी जीभ फटती हुई है, उन पे आके ठहर गई. അത് അവരുടെ എല്ലാവരുടെ മേൽ പതിഞ്ഞു. हर एक पर आके ठहर गई, वहां पे लिखा है. ആദ്യ നൂറ്റാണ്ടിലെ ആ മാളിക മുറിയുടെ മേൽ അവരുടെ മേൽ പതിഞ്ഞു എന്നതിന്റെ അർത്ഥം യേശുവിനെ സ്വീകരിക്കുന്ന അവന് സാക്ഷിയാകേണ്ടവരുടെ മേലെല്ലാം അത് പതിയപ്പെടുന്നു എന്നാണ് അർത്ഥം. आप ऐसा लिखा है कि हर एक पर वो चीज उतर गई है, वो हर एक पर उतरेगी, आगे ऐसा लिखा हुआ है. എന്റെ ആമേൻ ഈ 2025 എന്റെ മേലും നമ്മുടെ മേലും പകർന്ന നാവ് മറ്റൊരു നാവല്ല, അതേ നാവാണ്. അഗ്നിജ്വാലയുടെ നാവ്, സ്വർഗീയ നാവ്.
വചനം പ്രസംഗിക്കുവാൻ നമുക്ക് ശക്തിയും അധികാരം തരുന്ന നാമം. 2025 में मैं ये बात कहना चाहूंगा कि जो जीभ मेरे ऊपर, जो जबान मेरे ऊपर उतरी है, वही जबान है जो चेलों के ऊपर कोठरी में उतरी हुई थी। സംസാരിപ്പാൻ, പ്രസംഗിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, കർത്താവ് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്ന് മടിയില്ലാതെ പറയുവാൻ എനിക്ക് ആമേൻ താല്പര്യവും അധികാരവും അതെ ബലവും തരുന്ന അഭിഷേകമാണ് പെന്തക്കോസ്തിന്റെ അഭിഷേകം. जो अभिषेक, जो पेंतिकोस्त का जो अभिषेक है, वो ऐसा अभिषेक है कि वो मरते दम तक ये कह सकते हैं मैं प्रचार करूंगा, कि मैं पुनरुत्थान का प्रचार करूंगा। ये एक सामर्थ देने वाला एक सामर्थ है। ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ശബ്ദത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയാമോ? मैं इस बात पर मैं ये समाप्त करूंगा कि जो हमारी जो जबान है, जो हमारी बातें हैं, इसके लिए परमेश्वर को धन्यवाद देते हैं। ദൈവം നമുക്ക് സംസാരിപ്പാൻ കൃപ നൽകിയതിനായി നന്ദി പറയാം. परमेश्वर ने हमें बात करने की सामर्थ्य दी, परमेश्वर को धन्यवाद देते हैं। ആമേൻ. ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ അധരങ്ങളിൽ പകർന്നതിനായി നന്ദി പറയാം. ये परमेश्वर की जो वचन की जो सामर्थ्य है हमारी जबान के द्वारा निकलती, इसलिए परमेश्वर को धन्यवाद देते ആ हैं। സ്വർഗീയ ആമേൻ നാവ് നമ്മുടെ മേൽ പകർന്നതിനായി, നമ്മുടെ മേൽ പതിയപ്പെടുന്നതിനായി സ്തോത്രം പറയാം. परमेश्वर का जो जबान है, स्वर्ग की जो जबान वो हम उतनी है, इसलिए परमेश्वर को धन्यवाद करें। ആ നാവിന്റെ ശക്തിയാൽ കർത്താവ് ശുശ്രൂഷ പൂർത്തീകരിച്ചു. उसी सामर्थ के द्वारा यीशु मसीह ने अपने सेवा को पूरा किया। അതേ നാവിനെ ആദ്യ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ മേലും സഭാപിതാക്കന്മാരും കർത്താവ് പതിഞ്ഞ് അവരുടെ കാര്യങ്ങൾ ചെയ്തു. वही सामर्थ पहली शताब्दी के चेलों के ऊपर उतरा, उन्होंने अपना कार्य पूरा ഇന്ന് किया। എന്റെയും നമ്മുടെ മേലും ആമേ അതേ നാവിന്റെ അഭിഷേകമാണ് നമുക്ക് ലഭിക്കപ്പെടുന്നത്. वही सामर्थ आज हम में और आप में उतरी हुई सामर्थ है। അഭിഷേകം എന്നാൽ ഉത്തരവാദിത്തമാണ്. अगर अभिषेक उतरा है तो बहुत बड़ी जिम्मेदारी है। അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആമേൻ പലരും നമുക്കറിയാം കാത്തിരുന്ന് എത്ര പ്രാവശ്യം ഉപവസിച്ചു പ്രാർത്ഥിച്ചു, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, എത്രയോ മാസങ്ങൾ പ്രാർത്ഥിച്ചു, അഭിഷേകം പ്രാപിച്ചിട്ട് ആമേൻ അടങ്ങിയിരിക്കാനല്ല ദൈവത്തിന്റെ കുഞ്ഞെ, ആമേൻ നീ പുറത്തിറങ്ങിയിട്ട് ആമേൻ യേശുവിനെ സാക്ഷിയാകുവാൻ വേണ്ടിയാണ് അഭിഷേകം നിനക്ക് कई നൽകിയത്. दिनों तक, कई हफ्तों तक, कई महीनों तक इस बात का प्रार्थना करने वाले लोग हैं, जो ये उपवास के साथ प्रार्थना करते हैं कि अभिषेक मेरे ऊपर आ जाए, अभिषेक मेरे ऊपर आ जाए। अभिषेक उतरने के बाद प्रियो ये जरूरी है, एक जिम्मेदारी है कि हम एक जगह बैठे ना रहे, बल्कि इस बात का प्रचार करें। അഭിഷേകം എന്നാൽ ഉത്തരവാദിത്തമാണ്. अभिषेक का मतलब जिम्मेदारी है। നമുക്ക് യെരൂശലേമിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. हमें यरूशलेम में बहुत सारी चीजें करनी जरूरी है। യഹൂദിയിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ ഇടമില്ല. यहूदिया में हमें एक जगह बैठने की आवश्यकता है। ശമരിയയിൽ ഓടി നടന്ന് പ്രസംഗിക്കണം. समरिया में दौड़ के प्रचार करना है। ലോകത്തിന്റെ അറ്റത്തോളം ഈ സന്ദേശമായി പോകണം. पृथ्वी के छोर तक हम इस प्रचार करना है। യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തിന്റെ അറ്റത്തോളം സംസാരിപ്പാൻ വേണ്ടി അഗ്നിയുടെ നാവിനാൽ അഭിഷേകം പ്രാപിക്കേണ്ട यीशु ദൈവസഭ जीवित है, इस बात का प्रचार करने के लिए सामर्थ्य दिया हुआ, एक सामर्थ्य हम पे उतरा हुआ। ഭയമില്ലാതെ നമ്മുടെ നാട്ടിൽ നമുക്ക് സംസാരിക്കാം, യേശു ഉയർത്തെഴുന്നേറ്റു. बिना किसी डर के हमें अपनी जगह में कहना है कि यीशु मसीह जीवित है। അഗ്നിജ്വാലകൾ പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ ആമേൻ ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിന്റെ മക്കൾ आग से फटती हुई जीव है जिनके ऊपर उतरी है। നാം പറയുന്നു യേശു ഉയർത്തെഴുന്നേറ്റു, हम कहते हैं कि यीशु मसीह जीवित है, യേശു ഉയർത്തെഴുന്നേറ്റു. यीशु मसीह जीवित है। ദൈവം നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमको सहायता करे। God bless you all. तो वो यीशु मसीह आपको आशीष दे। Amen. आमीन। Amen.